മാറ്റിവെക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിനുള്ള ഒരു തുടക്കമാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി വേണം നമ്മൾ അതിന്റെ സീരിയസ്നെസ്സോടു കൂടി കാണാൻ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ഷെയർ ചെയ്യാം, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അതായത് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ വളർച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പം ഈ പറയുന്ന ഞാനും നിങ്ങളും ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാനും പ്രവർത്തിക്കാനും ഒട്ടനവധി ആളുകൾ ഇന്ന് റെഡിയാണ്. ഇപ്പൊ നമ്മുടെ BOP സെന്ററുകളിലൊക്കെ കാണുന്ന ഒരു കാഴ്ച, നമ്മൾ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണ് ഈ ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വരുന്നത്. അതായത് പഠിക്കുന്നതിന്റെ ഒപ്പം അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിന്റെ ഒപ്പം പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മെത്തേഡാണ് ഡയറക്ട് സെല്ലിംഗ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒട്ടനവധി സ്റ്റുഡൻസ് ഇന്നിപ്പോ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ശരിക്കും പറഞ്ഞാൽ ഒരു 1 ഇയർ ആയിട്ടേ ഉള്ളൂ മാർക്കറ്റിലോട്ട് വന്നിട്ട്. അതായത് 2024 മെയ് 1 ഈ കമ്പനിയുടെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു യങ് CMD ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് IT മേഖലയിൽ ഒരുപാട് പ്രാവീണ്യമുള്ള ഈ വ്യക്തി ഇന്ന് ഈ ചെറുപ്രായത്തിൽ തന്നെ ഒട്ടനവധി ആളുകൾക്ക് ഈ അവസരം എത്തിച്ചുകൊണ്ട് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വലിയൊരു നേട്ടത്തിലേക്ക് നയിക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം ഇന്നത്തെ തലമുറ നമുക്കറിയാം, പല കാര്യങ്ങളിൽ എൻഗേജിനാണ്. അവരവരുടെ സ്വന്തം ആഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം ലഹരിക്കും വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന സമയത്ത് ഇവിടെ ഒട്ടനവധി കുടുംബത്തിനെ ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ വളർത്തി കൊണ്ടുവരാൻ സാധിക്കും എന്നതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഡയറക്ട് സെല്ലിംഗിന്റെ ഒരു ചരിത്രം കുറിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഗ്രേറ്റ് CMD നിതിൻ മഞ്ചപ്പ സാറ്. അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകുന്നത് അതിന്റെ ഡയറക്ടർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഹർഷിത മാഡമാണ്. നമുക്ക് ഓരോ സ്ത്രീകൾക്കും അഭിമാനിക്കാം, ഇന്ന് ഈ ഒരു വളർന്നു വന്നിട്ട് ഇന്ന് കുറച്ച് സമയം കൊണ്ട് മാർക്കറ്റിൽ ഒരുപാടധികം സ്വീകാര്യത നേടിയിട്ടുള്ള ഈ MR മാർക്കറ്റിംഗിന്റെ തലപ്പത്തിരിക്കുന്നത് ഒരു ലേഡി കൂടിയാണ് എന്നത് നമുക്ക് അഭിമാനിക്കാം. കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് 5 കോടി ടേൺ ഓവർ, അതിൽ 2.5 കോടി അവർ പേ ഔട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 175-ലധികം ലക്ഷാധിപതികളെ ഈ സമയം കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വിത്തിൻ 2 മന്ത് കൊണ്ട്, അതായത് 2 മാസം പൂർത്തിയാവുന്നേ ഉള്ളൂ. ആ 2 മാസം പൂർത്തിയാവുന്നതിനോടൊപ്പം ഒട്ടനവധി അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 3000-ലധികം മെമ്പേഴ്സ് ഇപ്പൊ നിലവിൽ കേരളത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, 3000 മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും എത്തിയിട്ടില്ല. നമ്മൾ എണ്ണം പറയുമ്പോൾ വലിയ എണ്ണമായിട്ട് നമുക്ക് തോന്നും, പക്ഷെ ഇത് സ്റ്റാർട്ടിംഗ് ആണ്. കമ്പനിയിൽ 7500 മെമ്പേഴ്സ് ഇപ്പം കേരളത്തിലോട്ട് വന്നപ്പോൾ പ്ലസ് 3000 മെമ്പേഴ്സ്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് 2 അവാർഡ്സുകൾ നമ്മുടെ MD വാങ്ങിയിട്ടുണ്ട്. അതായത് ബെസ്റ്റ് ആയുർവേദിക് സ്റ്റാർട്ടപ്പ് ഓഫ് 2024, അടുത്തത് ബെസ്റ്റ് ചേഞ്ച് മേക്കർ ഇൻ കോർപ്പറേറ്റ് ബിസിനസ് സെക്ടർ 2024. ഈ 2 അവാർഡുകളും നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. കൂടാതെ ഇതിന്റെ ലീഗൽ ട്രാൻസ്പെറൻസി വ്യക്തമാക്കുന്ന ഒട്ടനവധി സർട്ടിഫിക്കേഷനുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇന്ന് കമ്പനി മുന്നോട്ടേക്ക് പോകുന്നത്. നമുക്കറിയാം, ലീഗൽ ആയിട്ടുള്ള കമ്പനികൾ മാത്രമാണ് ഇനി വരും കാലങ്ങളിൽ ഈ ഒരു ഇൻഡസ്ട്രിയെ നയിക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം, മുൻപന്തിയിൽ മണിറായ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ പ്രോഡക്ട്സ് റേഞ്ചുകൾ നമുക്ക് നോക്കാം. അതായത് ഒരു കമ്പനിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അതിന്റെ പ്രോഡക്ട്സുകളാണ്. ഈ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വലുതും ചെറുതുമായിട്ടുള്ള ഇംഗത്തിലോട്ട് നമ്മൾ എത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ പ്രോഡക്ട്സുകൾക്ക് എത്രത്തോളം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, 4 കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിരിക്കണം. അതായത് കമ്പനി സ്ട്രോങ് ആണോ എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അതിൽ നമ്മളിപ്പോ കമ്പനിയുടെ പ്രൊഫൈൽ മനസ്സിലാക്കി, ആ ചെറുപ്പക്കാരന്റെ ബുദ്ധിയിൽ വന്ന ഒരു കാര്യം, ഇന്ന് നമ്മളെ MD നമുക്ക് അഭിമാനിക്കാം, ഇത് ഇന്റർനാഷണലിലോട്ട് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പോവാണ്. MD ഇപ്പൊ ഉള്ളത് കംബോഡിയയിലാണ്, ഏഷ്യയിലാണ്. അവിടെ നമുക്ക് ആദ്യത്തെ ലോഞ്ചിങ് ആയിട്ട് കമ്പനി MD ഇപ്പോൾ അവിടെയാണുള്ളത്. 1.5 മാസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുള്ളൂ. ആ 1.5 മാസം കൊണ്ട് നല്ല ഒരു അടിത്തറ പാകിയിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ തിരിച്ചു വരവ് എന്ന് പറയുന്നത്. ഇനി വേൾഡ് വൈഡ് എവിടെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിന്റെ ഒരു പാർട്ടാവാൻ സാധിച്ചു എന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. അപ്പൊ കമ്പനിയുടെ പ്രൊഫൈൽ ശക്തമാണ്. വെറുതെ പൊട്ടിമുളച്ചൊരു കമ്പനിയല്ല, ദീർഘവീക്ഷണത്തോടു കൂടി ഒരുപാട് വിഷനും മിഷനും എടുത്തുകൊണ്ടാണ് കമ്പനി 2044 വരെയുള്ള പ്ലാന് നമ്മളെ MDയുടെ കയ്യിലുണ്ട്. അപ്പോ അടുത്തത് കമ്പനിയുടെ പ്രോഡക്ട്സ് നമുക്ക് ഉപയോഗിക്കാനും നമ്മൾ പരിചയപ്പെടുത്തിയ ആളുകൾക്കും ഉപകാരപ്രദമായിട്ടുള്ള പ്രോഡക്ട്സ് ആണോ ഈ കമ്പനിയിലൂടെ മാർക്കറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് സെഗ്മെന്റ്സ് നമുക്ക് നോക്കാം. 15+ ഹെർബൽ പേഴ്സണൽ കെയർ. നമുക്കറിയാം, ഇനി
വരും കാലങ്ങളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കാൻ പോകുന്നത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഇപ്പം തെളിവായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നമ്മുടെ ഓരോ കവലകളിലും ജിമ്മുകൾ സ്റ്റാർട്ട് ചെയ്തു. എല്ലാ കവലകളിലും നമുക്ക് ബ്യൂട്ടി പാർലറുകൾ ഉണ്ട്. കാരണം പണ്ട് നമുക്കറിയാം, ഒരു ബ്യൂട്ടി പാർലറോ അല്ലെങ്കിൽ ഒരു ജിമ്മോ ഒക്കെ കാണണമെങ്കിൽ ഒരുപാട് അധികം സഞ്ചരിച്ചു പോകുമ്പോൾ വല്ലപ്പോഴും കണ്ണിന്റെ ദൃഷ്ടിയിൽ വരുന്നതാ. പക്ഷെ ഇന്ന് ഓരോ വ്യക്തികളും ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഓഫീസ് വിട്ടിട്ട് നേരെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്തിട്ട് വീട്ടിൽ പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയധികം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ആളുകൾ മാറി. എല്ലാവർക്കും മനസ്സിലായി ഇനി വരും കാലഘട്ടങ്ങളിൽ കുറച്ചു കാലമെങ്കിലും സന്തോഷകരമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് ജീവിക്കണമെങ്കിൽ അതിനെ കെയർ ചെയ്തെങ്കിലേ പറ്റുള്ളൂ എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് അത്രയും ഒരു മാറ്റത്തിലേക്ക് മുതിർന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു പേഴ്സണൽ കെയറിനുള്ള ഒരു സെഗ്മെന്റ്സ് നമുക്കുണ്ട്. എല്ലാ പ്രോഡക്ട്സുകളും പൂർണ്ണ വിശ്വാസ്യതയോട് കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താം. എല്ലാം ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. പിന്നെ വരും മാർക്കറ്റ് ഏറ്റവും കൂടുതൽ പിടിച്ചെടുക്കാൻ പോകുന്നതാണ് വെൽനസ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ന് ഭക്ഷണത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇല്ലാതെ വരുന്നോ, എന്തൊക്കെ ഡെഫിഷ്യൻസി നമുക്ക് വരുന്നോ, അതെല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന 30+ ഫുഡ് സപ്ലിമെന്റ്സ് ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ളത് നമുക്കിവിടെ ലഭ്യമാണ്. അതായത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഉൽപ്പന്നങ്ങൾ എല്ലാം കാണുമ്പം ഗുളിക രൂപത്തിലും, അതായത് ടാബ്ലറ്റിന്റെ ഷേപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പൗഡർ ആയിട്ട് കാണാൻ പറ്റും, ജ്യൂസ് ആയിട്ട് കാണാൻ പറ്റും. പേടിക്കേണ്ട, എല്ലാം ഫുഡ് സപ്ലിമെന്റ് ആണ്. നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗപ്പെടുത്താം. കാരണം ഒരു ദിവസം ഇത്ര പച്ചക്കറി, ഇത്ര ഫ്രൂട്ട്സ് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രാക്ടിക്കൽ അല്ല. ഒരാൾക്കും അങ്ങനെ അളന്നു മുറിച്ചൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആ കുറവ് വരുന്ന സമയത്ത് ഇപ്പൊ 50 കിലോ വെയിറ്റ് ഉള്ള ആൾക്ക് 50 ഗ്രാം പ്രോട്ടീൻ വേണമെന്നാണ് കണക്ക്. അപ്പൊ ഇന്ന് കഴിച്ചതിൽ 20 ഉള്ളൂ. ഈ വീക്കിൽ കുറവാണ്, ഈ മന്തിൽ കുറവാണ്. തീർച്ചയായിട്ടും അടുത്ത വർഷം അതൊരു രോഗമായിട്ട് മാറും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ട്, രോഗം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. എന്തൊക്കെ ഡെഫിഷ്യൻസി ശരീരത്തിനുണ്ടോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഏത് ഫുഡ് സപ്ലിമെന്റ് ആണോ നമ്മൾ എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാം. സീറോ സൈഡ് എഫക്റ്റ് ആണ്. എല്ലാം ഫുഡ് തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം ബഹിരാകാശ സഞ്ചാരികള്, ഫിലിം സ്റ്റാറുകൾ, അങ്ങനെയുള്ളവരൊന്നും ഏറ്റവും കൂടുതൽ ഫുഡ് അല്ല, അവർ ഫുഡ് സപ്ലിമെന്റ് ആണ് കരുതുന്നത്. അപ്പൊ ഇവിടുന്ന് ബഹിരാകാശത്തൊക്കെ പോയി കഴിഞ്ഞാല് മന്തിയും പൊറോട്ടയും ചിക്കനും ഒന്നും അവർക്ക് കഴിക്കാനുള്ള ചാൻസ് ഇല്ല. അവര് സ്പൈറലിനെ പോലുള്ള ഇതേപോലുള്ള ഫുഡ് സപ്ലിമെന്റ്സുകളാണ് ആശ്രയിക്കുന്നത്. അതായത് ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, ശരീരത്തിന് വേണ്ട അയൺ, വിറ്റാമിൻ, പ്രോട്ടീൻ എല്ലാ സംഭവങ്ങളും അടങ്ങുന്ന ഒരു കടൽ പായലാണ് ഈ സ്പൈറലിന എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ ലഭ്യമാണ്. അങ്ങനെയുള്ള ഒട്ടനവധി പ്രോഡക്ട്സുകൾ, സ്റ്റെം സെൽ പ്രോഡക്ട്സുകളുണ്ട്. പിന്നെ കാർഷിക മേഖലയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് അധികം പ്രോഡക്ട്സുകൾ, അതായത് മണ്ണിന്റെ pH മുതൽ അതിന്റെ റൂട്ടിന്, ലീഫിന് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സുകൾ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ MR മാർക്കറ്റിംഗിലേക്കുള്ള ഒരു കടന്നുവരവിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിന്റെ അഗ്രി കെയർ പ്രോഡക്ട്സ് ആണ്. അതായത് നമ്മുടെ മംഗലാപുരത്തുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഈ പ്രോഡക്റ്റ് ഒരു വർഷം മുന്നേ ഇതിന്റെ കസ്റ്റമർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ 300 ഏക്കർ സ്ഥലത്ത് ഇത് ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഈ ഒരു കമ്പനി സജസ്റ്റ് ചെയ്യുകയും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ SITയുടെ ചെയർമാനും സിഇഒയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തപ്പം അത്രയധികം ഫ്യൂച്ചർ ഉള്ള കമ്പനിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പൂർണ്ണ സമ്മതത്തോടു കൂടി ഈ അവസരം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഒരു വഴിത്തിരിവിന് കാരണമായത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അഗ്രി കെയർ പ്രോഡക്ട്സ് ആണ്. വളരെയധികം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, മസ്റ്റ് ട്രൈ ആണ്. അടുത്തത് വരുന്നത് നമുക്ക് ഹെയർ കെയർ പ്രോഡക്ട്സുകളാണ്. സ്കിൻ കെയർ പ്രോഡക്ട്സുകൾ എല്ലാം നമുക്ക് ലഭ്യമാണ്. ഇപ്പോ ഹെയർ നമുക്കറിയാം എല്ലാവരും ഒരു വീക്ക്നെസ് ആണ്. അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ ടെൻഷൻ, സ്ട്രെസ് കാരണമൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രയാസങ്ങൾ ഹെയറിന്റെ കാര്യത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഹെയർ ട്രീറ്റ്മെന്റിന് പോയാലോ ഒരുപാട് അധികം പണം ചെലവഴിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ ഒരു ഡാൻഡ്രഫ് ഷാമ്പു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1000 rupees നമ്മൾ ചെലവാക്കണം. ആ ചെലവാക്കുന്നത് പോട്ടെ, അതിനുള്ള റിസൾട്ട് ഉണ്ടാവോ? അതും ഉണ്ടാവുന്നില്ല. ഒരു സ്കിന്നിന്റെ ഡോക്ടറെ അടുത്ത് പോയാൽ നമ്മൾ കൊടുക്കുന്നത് ഏകദേശം 300, 350, 400 രൂപ ഇന്നത്തെ കാലത്ത് നമ്മൾ കൺസൾട്ടിങ്ങിന് മാത്രം കൊടുക്കണം. ആ സ്ഥാനത്ത് നിങ്ങൾ അങ്ങനെയുള്ള ഡാൻഡ്രഫ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. ഹെവി റിസൾട്ട് ആണ്, ആയുഷ് സർട്ടിഫൈഡ് ആണ്, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഫേസ് വാഷ്, ഹെയർ ഓയിൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് സെറം, ഫേസ് സെറം ഉണ്ട്. ഭയങ്കര റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഫേസിലുള്ള കലകൾ കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത ഒരു പ്രൊഡക്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് നാപ്കിൻ ആണ്. നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് മാർക്കറ്റ് കീഴടക്കാൻ പറ്റിയിട്ടുള്ള
ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ നാപ്കിൻ എന്ന് പറയുന്നത്. ഇന്ന് ഒട്ടനവധി ലേഡീസ് വലിയൊരു ചലഞ്ചാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കാരണം അത്രയധികം പ്രയാസങ്ങൾ നേരിടുന്ന ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആശ്വാസകരമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ 8 ലെയർ പ്രൊട്ടക്ഷനോട് കൂടി ജർമ്മൻ ടെക്നോളജിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. മെയ്ഡ് ഇൻ ജപ്പാൻ ആണ് നമുക്ക്. അപ്പോ ആ ഒരു സ്റ്റൈലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പാക്കിംഗ് ആണെങ്കിലും അതിന്റെ യൂസേജ് ആണെങ്കിലും അതിൽ സ്പെഷ്യൽ ചിപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ആ ചിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ സമയത്തുള്ള പീരീഡ് സമയത്തുള്ള പെയിന്, അസ്വസ്ഥതകൾ എല്ലാത്തിനും റിസൾട്ട് ആണ്. വാങ്ങിച്ച് ഉപയോഗിച്ച ആളുകളെല്ലാം ഒരേ സ്വരത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു മെൻസ്ട്രൽ പാഡ് എന്ന് പറയുന്നത്. അതും മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും വാങ്ങിച്ച് ഫീൽ ചെയ്യുക. കാരണം ഒരു വീട്ടില് 5 ലേഡീസ് ഉണ്ടെങ്കിൽ ആ 5 ലേഡീസിനും എല്ലാ മാസത്തിലും ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ ഒരു വർഷത്തിലേക്ക് കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് നല്ലൊരു ബിസിനസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സെഗ്മെന്റ് ആണ് നമ്മുടെ നാപ്കിൻ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഡയറ്റ് ബാലൻസ്ഡ് പ്രോഡക്ട്സുകൾ, അതായത് ആൽക്കലൈൻ്റെതും വൈറ്റമിൻ D3 ഒക്കെ ഡ്രോപ്സുകളാണ്. നമുക്കത് ഡ്രോപ്പായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. കഴിഞ്ഞ ദിവസം കമ്പനിയുടെ ഒരു ലോഞ്ചിങ് സെറിമണി നടക്കുകയുണ്ടായി തൃശ്ശൂർ വെച്ചിട്ട്. ഏകദേശം 1000 റുപ്പീസ് വില വരുന്ന പ്രോഡക്ട്സുകളാണ് കമ്പനി ഗിഫ്റ്റ് ആയിട്ട് ആ പരിപാടിയിൽ പങ്കെടുത്ത 1000-ലധികം ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് വന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ വൈറ്റമിൻ D3 എന്ന് പറയുന്നത്. അത് എല്ലാവരും ഉപയോഗപ്പെടുത്തേണ്ട രീതി കാര്യങ്ങളൊക്കെ നമ്മൾ വോയിസ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇതേപോലുള്ള ഒരുപാട് ഗുണങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള നേട്ടം ആ പ്രോഡക്ട്സിലൂടെ നമുക്ക് ലഭ്യമാണ്. പിന്നെ 10-ലധികം ഹോം കെയർ പ്രോഡക്ട്സുകൾ, ക്ലീനിങ് പ്രോഡക്ട്സുകൾ എല്ലാം നമുക്ക് ലഭ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളാണ് നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ആ ജീവിതശൈലി രോഗങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഒന്നിന്ന് തുടങ്ങണം. അതായത് ഇന്നിപ്പോ രാവിലെ എണീറ്റത് മുതൽ നമ്മൾ എടുക്കുന്ന ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, എല്ലാ സാധനങ്ങളും രാത്രി കിടക്കുന്നത് വരെ നമ്മൾ ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ എല്ലാം പ്രോഡക്ട്സുകളും നമ്മൾ മനസ്സിലാക്കുക, കെമിക്കൽ ഇല്ലാതെ ഒരു പ്രോഡക്റ്റും ചെയ്യാൻ പറ്റില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ഇത്ര കെമിക്കൽ ആവാം. ആ പെർസെന്റേജിൽ അളവിൽ കൂടുതൽ വരുന്ന സമയത്താണ് അത് ഹെൽത്ത് ഇഷ്യൂസിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് ഒരു ഹ്യൂമൻ ബോഡിയിൽ ടച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള കെമിക്കൽസ് മാത്രം ആഡ് ചെയ്തുകൊണ്ട് ഒട്ടനവധി ക്ലീനിങ് പ്രോഡക്ട്സുകളും ഇതേപോലുള്ള പേഴ്സണൽ പ്രോഡക്ട്സുകളും ഒക്കെ നമുക്ക് ലഭ്യമാണ്. സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 രൂപ കൊടുത്താൽ നമുക്ക് സോപ്പ് കിട്ടും. 60 രൂപയാണ് അതിന്റെ MRP വരുന്നത്. 100 രൂപയുടെ സോപ്പ് ഉണ്ട്, നമുക്കത് 80 രൂപയ്ക്ക് കിട്ടും. 20 രൂപ കുറച്ചാണ് കിട്ടുന്നത്. അതേപോലെ ഹെർബൽ പേസ്റ്റ് തുടങ്ങി ഒട്ടനവധി ക്ലീനിങ് പ്രോഡക്ട്സുകളെല്ലാം നമുക്കുണ്ട്. നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഓരോ വീട്ടമ്മമാരും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതാണ് വാഷിങ്ങിന്. അപ്പോൾ നിങ്ങളുടെ പണി പകുതി കുറയ്ക്കുന്ന രീതിയിലാണ് 1 ലിറ്ററിന്റെ ലിക്വിഡ് ആണ് നമുക്ക് വരുന്നത്. കോൺസെൻട്രേറ്റഡ് ടൈപ്പ് ആണ്. നമുക്ക് ഡയലൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. മാർക്കറ്റിൽ ഇത് ഒരു 10 തവണയെങ്കിലും ഡയലൂട്ട് ചെയ്ത സാധനമാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത്. ഇത്ര ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. അപ്പൊ ആ സ്ഥാനത്ത് നമുക്കിവിടെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഒരുപടി നല്ല പ്രോഡക്ട്സുകൾ കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ബോട്ടിൽസ് എല്ലാം ബയോഡീഗ്രേഡബിൾ ബോട്ടിൽസ് ആണ്. നമ്മൾ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മണ്ണുമായിട്ട് ഇഴകിച്ചേരുന്ന രീതിയിലാണ് അതിന്റെ ബോട്ടിൽസ് സെറ്റ് ചെയ്തത്. അതായത് പ്രകൃതിക്കും മനുഷ്യനും ദോഷം വരാത്ത രീതിയിൽ അത്രയും ശ്രദ്ധയോടുകൂടിയാണ് ഓരോ പ്രോഡക്ട്സും അതിന്റെ പാക്കിങ്ങും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനൊരു ബിഗ് സല്യൂട്ട് നമുക്ക് നമ്മുടെ കമ്പനിക്ക് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളുടെ എല്ലാ കമ്പനിയിൽ നിന്നും നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഏകദേശം 3-3.5 വർഷക്കാലമായിട്ട് ഈ ഒരു സൂം മീറ്റിംഗിൽ ഇരിക്കുന്ന ഒട്ടനവധി ആളുകൾ കൈവച്ചിട്ടുള്ള ഒരു മേഖലയാണ് ബയോ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. നമുക്കറിയാം, മാഗ്നറ്റിക് തെറാപ്പി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. നിങ്ങൾക്കും ചെയ്യാം, എനിക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. കാരണം അതിൽ MBBS ആവശ്യമില്ല. പ്രകൃതി ചികിത്സാ വിഭാഗത്തിലേക്ക് 2021 അംഗീകൃതമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വൺസ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഫീൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് മനസ്സിലാവും ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നമുക്ക് ലഭ്യമാകുന്നത് റിസ്റ്റ് ബാൻഡ്, വാട്ടർ എനർജി പാഡ്, പില്ലോ പാഡ്, മാട്രസ്, ബ്ലാങ്കറ്റ്. മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമുക്കിവിടെ സ്പെഷ്യൽ ആയിട്ട് ഫുൾ തെറാപ്പിയാണ് കമ്പനി നൽകിയിട്ടുള്ളത്. അതായത് ബെഡിൽ കിടക്കുകയും പില്ലോ യൂസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഹാഫ് തെറാപ്പിയാണ് നടക്കുന്നത്. അതിലിപ്പം നമ്മൾ ബഡ് തെറാപ്പി എന്നൊക്കെ പറയുമ്പോൾ ഫുൾ കവറിംഗ് ആണ്. അതേപോലെ ഫുൾ കവറിൽ വരുന്ന ബ്ലാങ്കറ്റ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ ഒരു
ഫുൾ തെറാപ്പി കിറ്റാണ് കമ്പനി നമുക്കായിട്ട് നൽകിയിട്ടുള്ളത്. അതിൽ റിസ്റ്റ് ബാൻഡിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാണ്, ഇത് റിസ്റ്റ് ബാൻഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ റിസ്റ്റിൽ ധരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറയ്ക്കാനാണ് ഈ ഒരു ബാൻഡ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ ഇത് മൾട്ടി പർപ്പസ് ആണ്. നമുക്ക് എവിടെയൊക്കെ പെയിൻ ഉണ്ടോ ആ ശരീരഭാഗങ്ങളിലൊക്കെ കെട്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ബാൻഡിന് നല്ല ലെങ്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. അത് ഏത് ശരീരഭാഗങ്ങളിലും നമുക്ക് വേദന വരുമ്പോൾ കെട്ടി ഉപയോഗിക്കാൻ പറ്റും. അതിലെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് നിയോഡൈമിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റയർ എർത്ത് മാഗ്നറ്റ് ആണ്. സൗത്ത് കൊറിയയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്നതാണ്. ഈ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് 3000ഓളം വർഷം പഴക്കമുള്ള ട്രീറ്റ്മെന്റ് രീതിയാണ്. ജപ്പാൻ, ചൈന, കൊറിയ, നേപ്പാൾ ഒക്കെ എത്രയോ വർഷക്കാലമായിട്ട് ഫോളോ ചെയ്തു പോകുന്ന സിസ്റ്റം ആണ്. പല രാജ്യങ്ങളിലും പല രീതിയിലാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് മാത്രം. അതായത് ഓർണമെന്റ്സ് ആയിട്ട് ധരിക്കുന്നവരുണ്ട്. ഇപ്പോ ഈ ജപ്പാനീസിന്റെ ഒക്കെ കയ്യിലും കഴുത്തിലും ഒക്കെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് ചങ്ങല പോലെയും ബ്ലാക്ക് മുത്തുമാലയും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷെ അതെല്ലാം നോക്കുന്ന സമയത്ത് ഹൈ കോസ്റ്റ് ആണ്. അതായത് ഏകദേശം 40,000 50,000 റേറ്റ് കൊടുത്ത് മാഗ്നറ്റിക് ഫീൽഡുള്ള ഓർണമെന്റ്സ് ആണ് അവർ ധരിക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തിന് ഗുണം കിട്ടുന്ന രീതിയിലുള്ള ആഭരണങ്ങളിലാണ് അവരുടെ കോൺസെൻട്രേഷൻ. നമ്മളിവിടെ ഗോൾഡും സിൽവറും ധരിക്കുന്നു, ഒരു ഗുണവും ഇല്ല, ഒരു ദോഷവും ഇല്ല, ഭംഗിക്ക് ധരിക്കാന്നേ ഉള്ളൂ. ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടാനില്ല. ആ സ്ഥാനത്ത് ഇവിടെ നമുക്ക് ഇത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇന്ന് കാണുന്ന 220-ലധികം ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു പെർമനന്റ് സൊല്യൂഷൻ ആയിട്ട് ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി മാറുന്നുണ്ട്. അതിന് കൃത്യമായിട്ട് ലോ BP ഉള്ള ആളുകൾ ലെഫ്റ്റ് ഹാൻഡിലും അല്ലാത്ത ആളുകൾ റൈറ്റ് ഹാൻഡിലും ഈ ഒരു ബാൻഡ് ധരിക്കാം ഡേ ടൈമിൽ. അതിലൊരു ബ്രേസ്ലെറ്റ് കാണാൻ സാധിക്കും. ആ ബ്രേസ്ലെറ്റ് ഗോൾഡൻ കളറിൽ സിൽവറിലും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്നതുണ്ട്, ബ്ലാക്ക് കളറിൽ വരുന്നതുണ്ട്. ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്ന കിറ്റിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം. അപ്പോൾ ഫംഗ്ഷൻ ഒക്കെ പോകുന്ന സമയത്ത് ഈ ബാൻഡ് കെട്ടി പോവാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബ്രേസ്ലെറ്റ് ധരിച്ചിട്ട് പുറത്തു പോവാം. അടുത്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ എനർജി പാഡ് ആണ്. അതിന്റെ പ്രത്യേകത എങ്ങനെയാണോ റിസ്റ്റ് ബാൻഡ് ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറച്ചത് അതേപോലെ വെള്ളത്തിലെ തന്മാത്രാ കൂട്ടങ്ങളെ വിഘടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബാൻഡിന്റെ ഡ്യൂട്ടി. അതിൽ ഏകദേശം 40ഓളം നിയോഡൈമിയം മാഗ്നറ്റ്സുകൾ ഉണ്ട്. നമ്മളെ വെള്ളത്തിന്റെ ക്ലസ്റ്ററിങ്, അതായത് 15-20 മോളിക്യൂൾസ് ഉള്ളതാണെങ്കിൽ 5-6 അത്രയും ക്ലസ്റ്ററിങ് നടക്കും. നമ്മൾ കുടിക്കുന്ന സമയത്ത് 70% കോശങ്ങളിലേക്ക് അബ്സോർവ് ചെയ്യും, 30% യൂറിനായിട്ട് പുറത്തേക്ക് പോകും. ഇപ്പൊ നമ്മൾ കുടിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ തിളപ്പിച്ചാറിയ വെള്ളം. ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിൽ മാത്രമാണ് ഈ ഒരു സിസ്റ്റം നിലനിൽക്കുന്നത്. അതർ സ്റ്റേറ്റ്, അതർ കൺട്രി എവിടെ പോയാലും ആരും വെള്ളം തിളപ്പിക്കുന്നില്ല. കാരണം ഏറ്റവും വലിയ യൂണിവേഴ്സൽ മെഡിസിൻ എന്ന് പറയുന്നത് പച്ചവെള്ളമാണ്, ശുദ്ധമായ പച്ചവെള്ളം. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ജീവജലത്തിനെ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് രോഗാണു നശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളപ്പിക്കുന്നത്. ഒപ്പം ജീവാണുക്കളും നശിച്ചു പോകുന്നു എന്ന വാസ്തവം നമ്മൾ മനസ്സിലാക്കുക. അത് കുടിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് ബെനിഫിറ്റും നമുക്ക് കിട്ടാനില്ല. അപ്പൊ ഇതിൽ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ക്ലസ്റ്ററിങ് നടക്കും. നമ്മൾ കുടിക്കുന്നതിന്റെ 70% കോശങ്ങൾ അബ്സോർവ് ചെയ്യും, 30 മാത്രമേ യൂറിനായിട്ട് പുറത്തേക്ക് പോകുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത ആ വെള്ളത്തിനുണ്ട്. പണ്ട് കാലത്ത് ഇങ്ങനെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആക്കണ്ട, നമുക്കറിയാം കിണറിലെ വെള്ളം, കുളത്തിലെ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ നാച്ചുറൽ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആയിരുന്നു. പക്ഷെ ഇന്ന് അത് ലഭ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്ക് കെട്ടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്താൽ മതി. ഒരു ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആണ്, നല്ല ഗ്രേഡ് കൂടിയ പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താം. വൺ ടൈം യൂസിൽ ചെയ്യരുത്. അതായത് മിനറൽ വാട്ടറിന്റെ ബോട്ടില്, പെപ്സി, കൊക്കോകോള അതിലൊന്നും നിങ്ങൾ ചെയ്യരുത്. ഒന്നെങ്കിൽ ഗ്രേഡ് കൂടിയ പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലെങ്കിൽ ഇതേപോലുള്ള ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് അതിന്റെ മുകളിൽ റാപ്പ് ചെയ്തിട്ട് 20 മിനിറ്റ് വെച്ചിട്ട് ആ വെള്ളം വെയിറ്റിനനുസരിച്ച് കുടിക്കാം. 20 കിലോയ്ക്ക് 1 ലിറ്റർ ആണ് WHO നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ആരും അത് പാലിക്കുന്നില്ല എന്നേ ഉള്ളൂ. ശുദ്ധമായിട്ട് കൃത്യമായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഉള്ളിലെ ടോക്സിൻ അത് റിമൂവ് ചെയ്യും. അത് യൂറിനിലൂടെയും മോഷനിലൂടെയും വിയർപ്പിലേക്കും പുറന്തള്ളപ്പെടും. അതിനാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് മാട്രസ് പാഡ് ആണ്. നമ്മൾ കിടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിപ്പയറിംഗ് നടക്കുന്നത് നൈറ്റിലാണ്. അതും നമ്മളെ ഉറങ്ങുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ പ്രവർത്തനം ശരീരത്തിൽ നൈറ്റിൽ നടക്കണമെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം വേദനയാണ്. ഒരു 30 ഏജ് കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെ വേദന, ഇവിടെ വേദന. അപ്പൊ പെയിൻ ഉള്ള ആളുകൾക്ക് ഉറക്കക്കുറവ് ഉണ്ടാവും, ഷുഗർ ഉള്ള ആളുകൾക്ക് ഉറക്കക്കുറവുണ്ടാവും, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾക്ക് ഉറക്കക്കുറവ് സ്വാഭാവികമാണ്. അതേപോലെ കടം, ടെൻഷൻ, സ്ട്രെസ് ഇതൊക്കെയുള്ള ഒരാൾക്ക് സുഖമായിട്ട് ഗാഢമായിട്ട് ഉറങ്ങാന്നൊന്നും പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതിൽ കയറി കിടക്കുന്ന സമയത്ത് 96 നിയോഡൈമിയം മാഗ്നറ്റ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് സുഗമമായിട്ടുള്ള ഉറക്കം നമുക്ക് പ്രദാനം ചെയ്യും.
അപ്പൊ ഉറങ്ങുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ഒരു 4-5 മണിക്കൂറാണ് ഉറങ്ങുന്നതെങ്കിൽ അതിലൊരു 3-4 മണിക്കൂറെങ്കിലും ഡീപ് സ്ലീപ്പ് ഉണ്ടെങ്കിൽ അത്ര ഉറങ്ങിയാൽ മതി. മാക്സിമം 4 മണിക്കൂർ ഉറങ്ങിയാൽ മതി. അതിൽ കൂടുതൽ ഉറങ്ങണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ ആ ഉറങ്ങുന്നത് ഡീപ് സ്ലീപ്പ് ആയിരിക്കണം 4 മണിക്കൂർ. അതിനായിട്ടാണ് ഈ ഒരു മാട്രസ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. കൂടാതെ ഒരു പില്ലോ പാഡും അതിൽ അവൈലബിൾ ആണ്. ഈ പില്ലോ പാഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഇത്രയും ഭാഗം ശരീരഭാഗങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ മെയിൻ മെസ്സേജ് പോകുന്നത് ബ്രെയിനിലാണ്. ബ്രെയിനിലെ മെയിൻ ഫംഗ്ഷൻ നടക്കുന്നത് പിറകിലാണ്, നമുക്കറിയാം. അപ്പൊ ആ ഒരു ഭാഗത്ത് കറക്റ്റ് ആയിട്ട് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരുപാട് അധികം പ്രയാസങ്ങൾ നമ്മൾ നേരിടും. ഇപ്പൊ അധിക ആളുകളുടെയും പ്രശ്നമാണ് ഓർമ്മക്കുറവ്. കാരണം എന്ത് ചെയ്യണം എന്ന് പോലും പെട്ടെന്ന് നമ്മൾ ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ കൃത്യമായിട്ട് രക്തം സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയാസത്തിലേക്ക് നമ്മൾ പോകും. ഈ ഓർമ്മക്കുറവിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. കാരണം ഇത് അധികരിക്കുന്ന സമയത്ത് അൾഷിമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ മോഹൻലാലിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. എന്താണ് നമ്മൾ ചെയ്യുന്നത്, എന്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത് പോലും അറിയാത്തൊരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. അങ്ങനെയുള്ള പ്രയാസത്തിലേക്ക് പോവാതിരിക്കാൻ. പിന്നെ ബാലൻസിങ്ങിന്റെ പ്രശ്നം, ചിലർക്ക് പാർക്കിസന്റെ പ്രശ്നം, അങ്ങനെ ഒരുപാട് അധികം പ്രശ്നങ്ങൾ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഞരമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് തലച്ചോറില് തലനാരിഴ വലുപ്പമുള്ള രക്തക്കുഴലുകൾ പോലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ രക്തക്കുഴലിൽ പോലും കൃത്യമായിട്ട് രക്തം സർക്കുലേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ കൃത്യമായിട്ട് അതിന് വേണ്ട ഒരു സജ്ജീകരണം നമ്മുടെ പില്ലോ പാഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നമ്മൾ പില്ലോ വെച്ച് കിടക്കുന്ന സമയത്ത് ആ പൊസിഷൻ കറക്റ്റ് ആവും, കറക്റ്റ് ആയിട്ട് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യും, കറക്റ്റ് മെസ്സേജ് പാസ് ചെയ്യും, ഇവിടെ ആക്ഷൻ നമുക്ക് സ്മൂത്ത് ആയിട്ട് കിട്ടും. അടുത്ത ഫൈനൽ വരുന്നത് ബ്ലാങ്കറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു കമ്പനിയിലും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരു സാധനമാണ്. അതായത് കമ്പാരിസൺ ഇല്ലാത്ത, കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ബയോ മാഗ്നറ്റിക് ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത്. പ്രീമിയം ക്വാളിറ്റിയാണ്. അതിന്റെ പാക്കിങ്ങും അതിന്റെ ആ ഒരു എടുപ്പ് എന്ന് നമുക്ക് പറയാം. ആ കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യമുള്ള ഉൽപ്പന്നമാണ് കമ്പനി നമുക്ക് തന്നിട്ടുള്ളത്. ഇത്രയധികം പ്രോഡക്ട്സുകളാണ് നമുക്ക് ബയോ മാഗ്നറ്റിക് തെറാപ്പിയിലൂടെ കമ്പനി നൽകിയിട്ടുള്ളത്. ഈ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30-ലധികം രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. നമുക്ക് ആയുഷിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താണ് മാഗ്നറ്റിക് തെറാപ്പി എന്നത് പരാമർശിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സുകൾ നൽകുന്നു എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇപ്പോ പല ആളുകളുടെ ഉള്ളിൽ ഒരു സംശയം തോന്നിയേക്കാം, പണ്ട് കാലത്ത് ഇതൊക്കെ ഉണ്ടായിട്ടാണോ നമ്മൾ ജീവിച്ചത്, ഇത്രയധികം ആളുകൾ ഇവിടെ മരിച്ചു ജീവിച്ചു പോയി, ഇങ്ങനെ പ്രൊഡക്ട്സുകളൊക്കെ യൂസ് ചെയ്തിട്ടാണോ ഇത്രയധികം രോഗങ്ങൾ മാറിയത് എന്നൊക്കെ നമുക്ക് തോന്നാം. ഒരു കാര്യം മനസ്സിലാക്കുക, പണ്ട് കാലത്ത് ഭൂമിയുടെ മാഗ്നറ്റിക് എനർജി നമുക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതായത് എല്ലാവരും നഗ്നപാതരായിട്ടാണ് നടന്നത്. ചെരുപ്പിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് മണ്ണും മനുഷ്യനുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് വിച്ഛേദിക്കപ്പെട്ടത്. കൂടാതെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ചെരുപ്പ് ഇടാതെ ഇറങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും എല്ലാ വീട്ടിന്റെ ഉള്ളിലെ ടൈലും മാർബിളാണ്, മുറ്റം കംപ്ലീറ്റ് നമുക്ക് ഇന്റർലോക്ക് ആണ്. അവിടുന്ന് വാഹനത്തിൽ കയറും, താറിട്ട റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യും. അപ്പൊ കണ്ണുകൊണ്ട് പോലും മണ്ണ് കാണാൻ പറ്റാത്തൊരു ജീവിത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇനി കാലുകൊണ്ട് ചവിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ ഭൂമിയുടെ മാഗ്നറ്റിക് എനർജി നമുക്ക് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ അത് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സുകളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഓരോ വ്യക്തികൾക്കും അതിന്റെ റിസൾട്ട് നമുക്ക് എടുക്കാം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും പാദരക്ഷകൾ ലോകത്തിലെ ഏറ്റവും അപകടകരമായ കണ്ടുപിടുത്തം. ഡോക്ടർ വിവേകാനന്ദൻ കഴിഞ്ഞ വർഷം കേരള കൗമുദിയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണിത്. അത് കൃത്യമായിട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കും ഭൂമിയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ. ഇപ്പൊ ഇപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കർഷകനാണ്. അദ്ദേഹത്തിന്റെ ബോഡി ഒരു ജിമ്മിലും പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയതല്ല, 6 പാക്ക് ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണപ്പെടുന്നത്. അതായത് അത്രയധികം കഠിനാധ്വാനം. കാരണം പണ്ടത്തെ കാലത്ത് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിരുന്നു, കാരണം അത്രയധികം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അന്ന് മനുഷ്യൻ ചെയ്തതൊക്കെ ഇന്ന് മെഷീനാണ് ചെയ്യുന്നത്. ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് പണ്ടത്തെ കാലത്ത് അരക്കല്, പൊടിക്കല്, വെള്ളം കോരല്, മുറ്റടിക്കല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയാസകരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നെല്ലാം സ്വിച്ച് ഇട്ടിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു പണിയും ഇല്ല. അപ്പൊ സർക്കുലേഷനെ ഇത് കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ രോഗങ്ങൾ പറഞ്ഞു പോകുന്ന സമയത്ത് ഡോക്ടേഴ്സ് മെഡിസിൻ ഒക്കെ എഴുതും, അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാറുണ്ട് യോഗ ചെയ്യണം, എക്സസൈസ് ചെയ്യണം, നടക്കാൻ പോകണം എന്നൊക്കെ പറയാറുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര വില കൂടിയ മെഡിസിൻ നിങ്ങൾ കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കേണ്ട ഡ്യൂട്ടി ഭംഗിയായിട്ട് ചെയ്യേണ്ടത് ബ്ലഡ് ആണ്. അപ്പൊ ആ ബ്ലഡ് എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ സർക്കുലേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് ഇത് കൃത്യമായിട്ട്
ഉപയോഗപ്പെടുത്തണം എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ സിനിമാ താരം നവാസ്കയുടെ മരണം നിങ്ങൾക്ക് ഒരു അതിശയകരമായിട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം ഹെൽത്തിന് നല്ല കോൺഷ്യസ് ആയിട്ട് നല്ല രീതിയിൽ ഹെൽത്ത് നോക്കുന്ന വ്യക്തിയാണ്. ഒരു ദുശ്ശീലങ്ങളും അദ്ദേഹത്തിനില്ല, കുടിക്കുന്നില്ല, വലിക്കുന്നില്ല, ഒന്നുമില്ല. 51ാമത്തെ വയസ്സിൽ സ്വന്തം കുടുംബത്തോട് വിട പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. അപ്പൊ എന്തുകൊണ്ട് ഈ പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എത്ര ഹൈറ്റും വെയിറ്റും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൃത്യമായിട്ട് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ സെല്ലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഭക്ഷണവും വെള്ളവും ഇല്ലെങ്കിൽ ഒരു 40 days ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഓക്സിജൻ ഇല്ലെങ്കിൽ 48 സെക്കൻഡ് മതി ഡെത്തിലോട്ട് നമ്മൾ പോവാൻ. അപ്പൊ നമ്മൾ ശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ശ്വസിച്ച ഓക്സിജനെ സെല്ലിലേക്ക് എത്തിക്കണമെങ്കിൽ ബ്ലഡ് വിചാരിക്കണം. അതിനാണ് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവണമെന്ന് വീണ്ടും വീണ്ടും ഊന്നി പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഒട്ടനവധി പ്രോഡക്ട്സുകൾ നമുക്കിതിലുണ്ട്. ഇത്രയും നല്ല പ്രോഡക്ട്സുകൾ കമ്പനി തന്നു. ഇനി നമ്മൾ തേർഡ് വൺ, അതായത് നമ്മൾ കമ്പനിയുടെ പ്രൊഫൈൽ മനസ്സിലാക്കി, പ്രോഡക്റ്റ് മനസ്സിലാക്കി. ഇനി നമ്മൾ അറിയേണ്ടത് വാട്ട് ക്യാൻ ഐ ഡു, ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് ഇതിൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുക. ഇതിന്റെ ഇൻകം പ്ലാനിലോട്ട് നമുക്കൊന്ന് നോക്കാം. അതായത് ഇതിലെ ഇൻകം പ്ലാൻ എന്ന് പറയുന്നത്, ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ 1960 കാലഘട്ടങ്ങളിൽ ഒരു ഫാമിലിക്ക് 100 രൂപ ഉണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് ജീവിക്കായിരുന്നു. അടുത്ത 20 വർഷം വന്നപ്പോഴേക്കും അതിന്റെ കൂടെ ഒരു 0 കൂടി വന്നു. 1000 രൂപ മതിയായിരുന്നു സുഖമായിട്ട് ജീവിക്കാൻ. അടുത്ത 20 വർഷം പിന്നിട്ടപ്പം വീണ്ടും ഒരു 0 കൂടി വന്നു, 10,000 രൂപ. ഇപ്പൊ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് ലക്ഷറിയസ് ലൈഫ് ഒന്നും അല്ല, നോർമൽ ലൈഫ് ജീവിച്ചു പോവണമെങ്കിൽ പോലും മാസം 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തികയാത്ത അവസ്ഥയാണ്. അപ്പോ ചിലര് ചിന്തിക്കും, ഇത് എന്തിനാ 1 ലക്ഷം രൂപയൊക്കെ, ഇത്രയൊക്കെ പൈസയുടെ ആവശ്യം എന്താന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി സുഹൃത്തുക്കളെ. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ കയ്യിലെ ക്യാഷ് എന്ന് പറയുന്നത്. 5 പേര് അധ്വാനിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ 5-ൽ ഒരാൾക്ക് രോഗം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ, ബാക്കിയുള്ള 4 പേരും അധ്വാനിച്ച പണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കാൽക്കുലേഷൻ കംപ്ലീറ്റ് തെറ്റാൻ വീട്ടിൽ ഒരു രോഗം വന്നാൽ മതി. അപ്പോ 1 ലക്ഷം അല്ല 2 ലക്ഷം അല്ല, എത്ര കിട്ടിയാലും തികയാത്ത കാലത്താണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിലവിൽ ചെയ്യുന്ന ജോലിയുടെ ഒപ്പം പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. അല്ല നിങ്ങളുടെ ഫ്യൂച്ചർ ഇതിലൂടെ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കരിയർ ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതില് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യാം. ആ പ്രോഡക്റ്റ് ബൈ ചെയ്യുന്ന സമയത്ത് ആരാണോ നിങ്ങളെ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് ആ വ്യക്തിക്ക് നിങ്ങളുടെ വാലിഡ് ഡോക്യുമെന്റ്സ്, ആധാർ, പാൻ കാർഡ്, പാസ്ബുക്ക്, ഇത്രയും കാര്യങ്ങൾ നോമിനി ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ID ക്രിയേറ്റ് ആവും. ആ IDയിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് ബൈ ചെയ്യാം. പ്രോഡക്റ്റ് ബൈ ചെയ്തിട്ട് 2 വ്യക്തികളെ വിത്തിൻ 7 ഡേയ്സിന്റെ ഉള്ളിൽ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5000 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് കമ്പനി വെൽനസ് പ്രോഡക്ട്സുകൾ നൽകുന്നതായിരിക്കും. ഇനി 5000 രൂപ 7 ദിവസം ഇന്നത്തെ വ്യക്തിയെ നിങ്ങൾ അടുത്ത മാസമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് 750 രൂപ വെൽക്കം ബോണസ് ആയിട്ട് കിട്ടും. അത് 3000 PVയുടെ പർച്ചേസിങ് ആയിരിക്കണം നടക്കുന്നത്. ആ PVയുടെ കാൽക്കുലേഷൻ ഒക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതായത് നമ്മുടെ പ്രോഡക്റ്റ് റേറ്റുകൾ നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ കട്ട് ഓഫ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 5 മണിക്ക് ആരംഭിക്കുന്ന കട്ട് ഓഫ് വൈകിട്ട് 5 മണിക്ക് തീരും. വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കുന്നത് നൈറ്റ് 5 മണിക്ക് തീരും. ഇതിൽ നമുക്ക് ഡെയിലി ഇൻകം, വീക്ക്ലി ഇൻകം, മന്ത്ലി ഇൻകം 3 ടൈപ്പ് ഇൻകം ആണ് കമ്പനി നിലവിൽ തന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്റ്റെം സെല്ലിന്റെ 2 ബോട്ടിൽ 4000 രൂപ കൊടുത്താൽ നമുക്ക് 200 ഗ്രാമിന്റെ 2 സ്റ്റെം സെല്ലുകൾ, നമ്മൾ മൂലകോശങ്ങൾ എന്നാണ് ഇത് പറയപ്പെടുന്നത്, നമ്മുടെ സെല്ലുകൾക്ക് വേണ്ട ഫുഡാണിത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര പച്ചക്കറി, ഇത്ര ഫ്രൂട്ട്സ്, ഇതൊന്നും നമുക്ക് പ്രാക്ടിക്കലായിട്ട് കഴിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലൊന്നും നമ്മുടെ ശരീരത്തിന് വേണ്ട സംഭവം ഒന്നും നമുക്ക് കിട്ടാനില്ല. അപ്പോൾ ഈ ഒരു സംവിധാനത്തിലൂടെ നമ്മുടെ എനർജി ലെവൽ കീപ്പ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും എല്ലാ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള സ്റ്റെം സെല്ലിന്റെ 2 ബോട്ടിൽ നമുക്ക് 200 ഗ്രാമിൻ്റെത് 4000 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ 10,499 രൂപയ്ക്ക് ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യാനുള്ള ഫുള്ള് സെറ്റ് ബ്ലാങ്കറ്റ്, അതായത് മാട്രസ്, പില്ലോ എല്ലാം അടങ്ങുന്നത് 16,000-ന് 2 സിംഗിൾ സെറ്റ് നമുക്ക് ബ്ലാങ്കറ്റ് ലഭിക്കുന്നതാണ്. 16,000-ന്റെ അടുത്തൊരു പാക്കേജ് എന്ന് പറയുന്നത് 2 ബ്രേസ്ലെറ്റ്, 2 സ്റ്റെം സെല്ല്, 2 ബെറി ജ്യൂസ്, 2 മൾട്ടി ചാർജ്, 2 സോപ്പ്, 2 റേഡിയേഷൻ ചിപ്പ്, 2 ഫേസ് വാഷ്, ഒരു സാനിറ്ററി പാഡ്, ഇത്രയും അടങ്ങുന്ന പാക്കേജ് നമുക്ക് അവൈലബിൾ ആണ്. അടുത്തത് 18,000-ന്റെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് അവർ പറയാറുണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, ഞങ്ങൾക്ക് ഒരു കിറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. അങ്ങനെ പറയുന്ന ആളുകൾക്ക് നമുക്ക് ഡബിൾ സെറ്റ് ഒറ്റ ഷീറ്റ് ആയിട്ടുള്ളത് 18,000-ന് കിട്ടും. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഒറ്റ ഷീറ്റ് മതി. അമ്മ മോനാണെങ്കിൽ അല്ലെങ്കിൽ ഉമ്മ മോനാണെങ്കിൽ 2 ബെഡിലോട്ട് വേണം. അങ്ങനെയാണെങ്കിൽ 18,500 കൊടുത്താൽ നമുക്ക് 18,500-ന് സെപ്പറേറ്റ് 2 മാട്രസും പില്ലോ പാഡും ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്.
പിന്നെ 23,000 ഒരു പാക്കേജ്, അതിപ്പോ നമുക്ക് നിലവിലില്ല. 23,000 അല്ല, 33,000 ഒരു പാക്കേജ് നമുക്ക് അവൈലബിൾ ആണ്. ഈ 33,000 ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിലവിൽ മാഗ്നറ്റിക് തെറാപ്പി നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഒരു ഡബിൾ സെറ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അത് എത്ര വർഷമായാലും 2 വർഷമോ 3 വർഷമോ ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചതാണെങ്കിലും കുഴപ്പമില്ല, അത് നമുക്ക് റിട്ടേൺ എടുത്തിട്ട് 7,500 രൂപ കമ്പനി അതിന് നൽകുന്നതാണ്. അപ്പൊ ആ പൈസയായിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ പാക്കേജിന് 33,000 രൂപയാണ്. അപ്പൊ ഈ 7,500 കഴിച്ചിട്ടുള്ള 25,500 രൂപ നിങ്ങൾ കമ്പനിയിലേക്ക് അയച്ചാൽ നിങ്ങൾക്ക് ഫുൾ തെറാപ്പി സെറ്റ് കിട്ടും. അതായത് ബ്ലാങ്കറ്റ്, 2 ബ്ലാങ്കറ്റ്, 2 6x3 മാട്രസ്, വാട്ടർ എനർജി പാഡ്, ഹാൻഡ് ബെൽറ്റ്, പ്രീമിയം ബാഗ്, ഇത്രയും അടങ്ങുന്ന ഒരു പാക്കേജ് നമുക്ക് അതിൽ ലഭ്യമാണ്. ഇനി നമുക്ക് ലാസ്റ്റ് വന്നിട്ട് ഇതിന്റെ ഇൻകം, എങ്ങനെ നമുക്ക് ഇതിൽ ഇൻകം ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ജോയിൻ ചെയ്യുന്നു, 2 വ്യക്തികളെ ഇതിലേക്ക് പരിചയപ്പെടുത്തുന്നു. 3,000 PV പർച്ചേസ് 2 പേരും ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ക്രൈറ്റീരിയ പൂർണ്ണമായി. ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് 4,000 പ്രോഡക്റ്റ്, 2 സ്റ്റെം സെല്ലിന്റെ ബോട്ടിലിന്റെ PV കാൽക്കുലേഷനിലാണ് കമ്പനി ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ എമൗണ്ട് ഒന്നും കമ്പനിക്ക് അറിയേണ്ട, നിങ്ങൾ എത്ര രൂപയുടെ പർച്ചേസ് ചെയ്താലും നോ പ്രോബ്ലം. അതിന്റെ PV കാൽക്കുലേഷനിലാണ് ഇവിടെ കമ്പനി ഇൻകം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 4,000 പ്രോഡക്റ്റിന്റെ PV എന്ന് പറയുന്നത് 1000 PV ആണ്. അപ്പൊ ഇവിടെ 1000 PV 2 പർച്ചേസ് നടക്കുമ്പോൾ നമ്മുടെ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു PVക്ക് 0.33, അതാണ് അതിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 2000 PV ഇൻറ്റു 0.33 എന്ന് പറയുമ്പോൾ 660 രൂപ നമ്മുടെ കമ്മീഷനാണ്. ഇന്നൊരു ജോയിനിങ് നടന്നു ടീമിലും, അടുത്ത മാസം അടുത്ത വർഷവും നടന്നാൽ പോലും നിങ്ങൾക്ക് ഈ 660 രൂപ കിട്ടും. ഇപ്പൊ നിലവിൽ ഇതിൽ ബിസിനസ് ചെയ്യുന്ന ആളുകള് പ്രീവിയസ് നമുക്ക് എല്ലാവർക്കും ഒരു കമ്പനിയിൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അവിടുത്തെ പെയർ മാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, 4,000 ബിസിനസ് നടക്കുന്ന സമയത്ത് അത് സെയിം കട്ട് ഓഫിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് 1,250 രൂപ കിട്ടിയിരുന്നത്. അല്ലാത്ത സമയത്ത് നമുക്ക് 250 രൂപ മാത്രമാണ് കിട്ടിയത്. ആ സ്ഥാനത്ത് ഇവിടെ നമുക്ക് 660 രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ആ 2 വ്യക്തികളെ നിങ്ങളുടെ ഡയറക്റ്റ് റെഫറലാണ് കൊണ്ടുവന്നതെങ്കിൽ ആ പ്രൊമോഷൻ ബോണസ് ആയിട്ട് നിങ്ങൾക്ക് 500 രൂപ ലെഫ്റ്റ് നിന്നും കിട്ടും, 500 രൂപ റൈറ്റ് നിന്നും കിട്ടും. അത് 1 വീക്കിന്റെ ഉള്ളിൽ കവർ ചെയ്താൽ മതി. ഇപ്പൊ ഇന്നൊരു വ്യക്തി വന്നു നിങ്ങളുടെ ഡയറക്റ്റ് സ്പോൺസർഷിപ്പില്, ആ വീക്കിന്റെ ഉള്ളിൽ തന്നെ അടുത്ത വ്യക്തിയെ നിങ്ങൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്തു. അവര് 2 പേരും 4,000 പർച്ചേസ് ആണ് നടത്തിയതെങ്കിൽ നിങ്ങൾക്ക് 1,660 രൂപ ലഭിക്കുന്നതാണ്. അടുത്തത് 10,499 ഒരു സിംഗിൾ സെറ്റിന്റെ പർച്ചേസ് ആണ് ടീമിൽ നടക്കുന്നത്. ടീമിൽ നടന്നാൽ പോലും കിട്ടുന്നതാണ്. ടൈം ലിമിറ്റ് ഇല്ല, മറ്റ് കണ്ടീഷൻസ് ഒന്നുമില്ല. ഒരു സെയിൽ ഇന്ന് നടന്നു, ഒരു സെയിൽ അടുത്ത വർഷം നടന്നാൽ പോലും 2,310 രൂപ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നമുക്ക് 500 രൂപ അതിൽ ടാക്സ് കഴിഞ്ഞ് 430 രൂപ കിട്ടിയ സ്ഥാനത്താണ് ഇവിടെ നമുക്ക് 2,310 രൂപ നമുക്ക് ലഭിക്കുന്നത്. ഒരു ടൈം ലിമിറ്റോ കണ്ടീഷനോ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ കൊണ്ടുവരുന്നതാണ് ആ 2 വ്യക്തികളെ എങ്കിൽ നിങ്ങൾക്ക് 750 രൂപ പ്രൊമോഷൻ ബോണസ് ആയിട്ട് ഒരു വ്യക്തിയിൽ നിന്നും കിട്ടും, അപ്പുറത്തെ വ്യക്തിയിൽ നിന്നും കിട്ടും 750 രൂപ. ടോട്ടൽ 1,500 രൂപ നമുക്ക് റെഫറൽ കമ്മീഷൻ ആയിട്ടും മാച്ചിങ് ബോണസ് ആയിട്ട് 2,310 രൂപയും ടോട്ടൽ 3,810 രൂപ നമുക്ക് കമ്മീഷൻ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അടുത്തത് 17,000 പാക്കേജ് ആണ് നടക്കുന്നതെങ്കിൽ അതിന്റെ റെഫറൽ കമ്മീഷൻ എന്ന് പറയുന്നത് 1,000 രൂപയാണ്. നേരത്തെ 750 രൂപ തന്നതിന് പകരം ഓരോ പാക്കേജിന്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കമ്മീഷനും കൂടുന്നുണ്ട്. 1,000 രൂപ കമ്മീഷനായിട്ട് കിട്ടുന്നത്. അപ്പൊ 2 വ്യക്തികളെ കൊണ്ടുവന്ന 2,000 രൂപ നമുക്ക് റെഫറൽ കമ്മീഷൻ ആയിട്ടും മാച്ചിങ് ബോണസ് ആയിട്ട് 15,000 ഇൻറ്റു 0.33 എന്ന് പറയുമ്പോൾ 7,000, അതായത് 7,500 PV ആണ്. അപ്പൊ 7,500 പ്ലസ് 7,500 15,000, 15,000 ഇൻറ്റു 0.33 4,950 രൂപ നമ്മുടെ കമ്മീഷനാണ്. പ്ലസ് റെഫറൽ ബോണസ് 2,000, ടോട്ടൽ 6,950 രൂപ. 2 17,000 സെയിൽ നടക്കുമ്പോൾ ടീമിൽ നടന്നാൽ നമുക്ക് കിട്ടും. മറ്റേത് 4,950 രൂപ എന്തായാലും കിട്ടും. അത് നിങ്ങളാണ് കൊണ്ടുവരുന്നതെങ്കിൽ 2,000 രൂപ റെഫറൽ കമ്മീഷനും കിട്ടും. ഇനി 23,000 പാക്കേജ് ആണെങ്കിൽ ഇത് 9,600 രൂപ, 33,000 പാക്കേജിന്റെ കമ്മീഷൻ ആണെങ്കിൽ 10,600 രൂപ. ഇങ്ങനെ ഏത് വോളിയം ആണെങ്കിലും ഇൻറ്റു 0.33 വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കമ്മീഷൻ എത്രയാന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാൻ പറ്റും. അതിൽ ഒരു കണ്ടീഷൻ ഇവിടെ ഉള്ളതെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ട് ഓഫിൽ മാക്സിമം നമുക്ക് മാച്ചിങ് ബോണസ് ആയിട്ട് 5,000 രൂപയാണ് ലഭിക്കുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 2 കട്ട് ഓഫ് ഉണ്ട് നമുക്ക്. 2 കട്ട് ഓഫിലായിട്ട് 10,000 രൂപ ലഭിക്കും. കൂടാതെ അടുത്ത ഒരു ഡെയിലി ഇൻകം എന്ന് പറയുന്നത് ഡെയിലി പെർഫോമൻസ് ബോണസ് ആണ്. നമുക്കറിയാം ടീം ബിൽഡ് ആവുന്ന സമയത്ത്
ഒരു സ്റ്റെം സെല്ലും ഒരു റിസ്റ്റ് ബാൻഡ് വാട്ടർ എനർജി പാഡ് സെറ്റ് ഒന്നല്ല, മാഗ്നറ്റിക് കിറ്റ് ഒന്നല്ല പോവാ. ഒട്ടനവധി ആളുകൾ ഒട്ടനവധി പർച്ചേസുകൾ നടത്തും. ആ പർച്ചേസുകൾ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓർഗനൈസേഷൻ 1-ന് 2 സെയിലും ഓർഗനൈസേഷൻ 2-ല് 2 സെയിലും നടന്നു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് 1000 രൂപ പെർഫോമൻസ് ബോണസ് ആയിട്ട് കമ്പനി നൽകുന്നുണ്ട്. ഇത് ഡെയിലി പേ ഔട്ട് ആണ് കേട്ടോ. ഇന്ന് ചെയ്താൽ നാളെ കിട്ടും. നേരത്തെ പറഞ്ഞതും ഡെയിലി ബോണസാ. അതായത് 2 ഡബിൾ സെറ്റിന്റെ പർച്ചേസ് നടക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്നതല്ലെങ്കിൽ പോലും പിറ്റേ ദിവസം നിങ്ങൾക്ക് 4950 രൂപ കിട്ടും. പ്ലസ് നിങ്ങളുടെ ടീമിൽ ഇത്രയധികം സെയിലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ 2 ലെഫ്റ്റിനും 2 റൈറ്റിനും നടന്നിട്ടുണ്ടെങ്കിൽ ഈ 1000 രൂപയും നിങ്ങൾക്ക് കിട്ടും. അത് 4 വെച്ച് നടക്കുകയാണെങ്കിൽ 3000 കിട്ടും. 8 എൻട്രി ആണ് വരുന്നതെങ്കിൽ 5000 കിട്ടും. 10 സെയിലാണ് ലെഫ്റ്റിലും റൈറ്റിലും നടക്കുന്നതെങ്കിൽ 7000 കിട്ടും. അപ്പോ 7000 ആണ് ക്യാപ്പിംഗ് എമൗണ്ട്. അപ്പൊ 2 സൈക്കിൾ നടക്കുന്ന സമയത്ത് 14000 രൂപ ഈ ബോണസ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ടോട്ടൽ 24000 രൂപ ഒരു സെയിൽസ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. അതായത് കമ്പനിയുടെ ആദ്യത്തെ റാങ്ക് ആണ് സെയിൽസ് പ്രൊമോട്ടർ. നിങ്ങൾ ഒരു ബിഗിനർ ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്നു, 2 വ്യക്തികളെ നിങ്ങൾ കണക്ട് ചെയ്ത സമയത്ത് നിങ്ങളുടെ ക്രൈറ്റീരിയ ഫില്ലായി, അപ്പൊ നിങ്ങളെ കമ്പനി വിളിക്കുന്നത് സെയിൽസ് പ്രൊമോട്ടർ എന്നാണ്. ഇനി അടുത്ത ഈ ഒരു യാത്രക്കിടയിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പനിയുടെ അടുത്ത റാങ്കിലോട്ട് പോവണമെങ്കിൽ നിങ്ങൾ മിനിമം 3 വ്യക്തികളെ ലെഫ്റ്റിലും 3 വ്യക്തികളെ ഡയറക്റ്റ് റൈറ്റിലും കൊണ്ടുവരണം. അതായത് 2 സൈഡിലും നിങ്ങളുടെ ഡയറക്റ്റ് സെയില് 3 വ്യക്തികൾ ലെഫ്റ്റിലും 3 വ്യക്തികൾ റൈറ്റിലും ഉണ്ടായിരിക്കണം. അവിടെ പർച്ചേസ് നടക്കേണ്ടത് 7500 PVയുടെ പർച്ചേസ് 30 എൻട്രി ലെഫ്റ്റിലും 30 എൻട്രി റൈറ്റിലും വരണം. അങ്ങനെ വന്നാൽ അത് ടീമിലൂടെ വന്നാൽ മതി. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ അടുത്ത ഒരു റാങ്കിലോട്ട് സെയിൽസ് ഹെഡ് എന്നുള്ള ഒരു റാങ്കിലോട്ട് പോകും. ആ സെയിൽസ് ഹെഡ് ആവുന്ന സമയത്ത് നിങ്ങളുടെ മാക്സിമം ബോണസിന്റെ സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് സെയിൽസ് പ്രൊമോട്ടർക്ക് 5000 ആണെങ്കിൽ സെയിൽസ് ഹെഡിന് 7500 രൂപയാണ് ക്യാപ്പിംഗ് എമൗണ്ട്. അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരേ പണിയാണ് നമ്മൾ ചെയ്യുന്നത്. റാങ്ക് ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആയി എന്ന ഒറ്റ കാരണം കൊണ്ട് 5000 കിട്ടേണ്ട സ്ഥാനത്ത് നമുക്ക് 2500 രൂപ കൂടി അധികം കിട്ടുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ സെയിൽസ് ഹെഡ് എന്നുള്ള റാങ്കിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യാം. അതായത് 3 വ്യക്തികളെ ലെഫ്റ്റിലും 3 വ്യക്തികളെ നമ്മൾ റൈറ്റിലും ഡയറക്റ്റ് റെഫറലിൽ കൊണ്ടുവരിക. അവരിലൂടെ എവിടെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഈ 7500 PVയുടെ 30 എൻട്രി വരണം. അതായത് ഡബിൾ സെറ്റിന്റെ 30 എൻട്രി ലെഫ്റ്റിലും 30 എൻട്രി റൈറ്റിലും നടന്നാൽ നമുക്ക് ഈ റാങ്കിലോട്ട് പോവാം. അത് നിങ്ങൾ എപ്പം എത്തിയാലും നിങ്ങൾ ഈ റാങ്കിൽ എത്തും. അത് നിങ്ങൾക്ക് 1 മന്ത് കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ 2 മന്ത് കൊണ്ട് ചെയ്യാൻ പറ്റുമോ, എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നു അത്രയും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ 5000 കിട്ടേണ്ട സ്ഥാനത്ത് 7500 രൂപ സീലിംഗ് ലിമിറ്റ് ആയിട്ട് ഉയർത്താൻ പറ്റും. കൂടാതെ ഇതിന്റെ ഒരു അടുത്ത പ്രത്യേകത കൂടി, നേരത്തെ നമുക്ക് പെർഫോമൻസ് ബോണസ് കിട്ടിയതിന്റെ ക്യാപ്പിംഗ് ഇൻകം എന്ന് പറയുന്നത് 7000 രൂപയായിരുന്നു. പക്ഷെ ഒരു സെയിൽസ് ഹെഡിന്റെ ക്യാപ്പിംഗ് ഇൻകം എന്ന് പറയുന്നത് 9000 രൂപയാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു ചെറിയൊരു റാങ്കിൽ ചേഞ്ച് വന്നപ്പോഴേക്കും ഇതിന്റെ സീലിംഗ് ലിമിറ്റിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാല് 33000 രൂപയാണ് ഈ റാങ്കിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ ഇൻകം എന്ന് പറയുന്നത്. നേരത്തെ 24000 കിട്ടിയോടത്താണ് ഇവിടെ 33000 കിട്ടുന്നത്. ആ റാങ്കിൽ വന്ന മാറ്റം കൊണ്ടാണ്. കൂടാതെ ഈ പെർഫോമൻസ് ബോണസ് നടക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ 2 സെയിൽ 4 സെയിൽസ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ സെയിലിലെല്ലാം ഉള്ളില് ഇതിന്റെ പോളി ഉണ്ടായിരിക്കും, അതായത് PV ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു 2 സ്റ്റെം സെൽ എന്ന് പറയുമ്പോൾ 2000 PV അവിടെ വന്നു. ഇപ്പോ അതേപോലെ നമ്മുടെ മാട്രസിന്റെ ഒരു കിറ്റ് എന്ന് പറയുമ്പോൾ 3500 PV അവിടെ വന്നു. ഇങ്ങനെ എല്ലാ PVകളും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് വീക്കിലി ഒരു ഇൻകം ആയിട്ട് കമ്പനി തരുന്നുണ്ട്. മറ്റ് പല കമ്പനികളിലും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മാച്ചിങ് ബോണസ് തന്നു കഴിഞ്ഞാൽ കമ്പനി നമ്മളുമായിട്ടുള്ള ഇടപാട് കഴിഞ്ഞു, പിന്നെ ഒരു ഇൻകം നമുക്ക് അതിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ ഇവിടെ നമ്മളെ MD നമ്മളെ നിരാശപ്പെടുത്തുന്നില്ല. നമ്മളെ ടീമിൽ എത്ര സെയിൽ നടന്നാലും ശരി, ആ സെയിൽസ് വോളിയത്തിന്റെ അല്ലെങ്കിൽ ആ PVയുടെ ഇത്ര പെർസെന്റേജ് വെച്ചിട്ട്, അതായത് 10%, 12%, 15%, 18%, 20% വരെ നമുക്ക് കമ്മീഷൻ തരാൻ കമ്പനി തയ്യാറാണ്. 1,40,000 രൂപയാണ് കമ്പനി വീക്കിലി ഇൻകം തരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് 30,000 PV ലെഫ്റ്റിലും 30,000 PV റൈറ്റിലും ഒരു 1 വീക്കിന്റെ ഉള്ളിൽ നടന്നാൽ മതി. സൺഡേ ടു മൺഡേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ ക്യാഷ് ക്രെഡിറ്റ് ആവും. ഇപ്പൊ 30,000 PV എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ സംഭവമായിട്ട് കാണും. ഒരു ടെൻഷനും വേണ്ട. ഒരു 4 എൻട്രി വരുമ്പോഴേക്കും ആ ഒരു എമൗണ്ട്, ആ ഒരു PV നമുക്ക് എത്തും. അപ്പൊ ആ 4 എൻട്രി ഒക്കെ ഈസി ആയിട്ട് ഒരു 1 വീക്ക് കൊണ്ട് നമ്മുടെ ടീമിന് നടക്കണം. ടീമുള്ള ഡെവലപ്പ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് ഒരു 4 എൻട്രി വരിക എന്ന് പറയുന്നത് ഒരു വിഷയമുള്ള കാര്യമല്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു രംഗത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതായത് 30,000 ലെഫ്റ്റിലും 30,000 റൈറ്റിലും നടക്കുമ്പോൾ 10% എന്ന് പറയുമ്പോൾ 3000 രൂപ നിങ്ങൾക്ക് കമ്മീഷൻ ആയിട്ട് കിട്ടും. 70,000 PV ലെഫ്റ്റിലും 70,000 PV റൈറ്റിലും എന്ന് പറയുമ്പോൾ 8400 രൂപ, അതിന് 12% കിട്ടും. അങ്ങനെ 1,40,000 രൂപ വരെയാണ് തരാനുള്ളത്.
ആ ക്യാപ്പിംഗ് എമൗണ്ട് നമ്മുടെ കേരളത്തില് ഒറ്റ മാസം കൊണ്ട് വാങ്ങിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ സേവ്യർ വെള്ളത്തറ സാർ. ആലപ്പുഴ ചേർത്തല സ്വദേശിയായിട്ടുള്ള വ്യക്തി ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വന്ന് വലിയ ട്രെയിനറോ മോട്ടിവേറ്ററോ ഒന്നും അല്ല. ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒരു മാറ്റം വരണം എന്ന് വിചാരിച്ച് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതാണ്. സൗത്ത് ഇന്ത്യൻ ടീം എന്നൊരു ഓർഗനൈസേഷനെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ലൊരു കോർഡിനേഷൻ പവറിലൂടെ മാത്രം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. ഇന്ന് മറ്റൊരു ബിസിനസ്സിലേക്ക് കൺവേർട്ടായി ഫസ്റ്റ് മന്ത് തന്നെ 10 ലക്ഷം രൂപ അദ്ദേഹം ഇൻകം ആയിട്ട് വാങ്ങിക്കുകയും ചെയ്തു. ഈ ഒരു സീലിംഗ് എമൗണ്ട്, അതായത് വീക്കിലി ഇൻകം ആയിട്ട് 1,40,000 രൂപ അദ്ദേഹത്തിന്റെ ഒരാഴ്ചയുടെ ഇൻകം ആയിട്ട് അദ്ദേഹത്തിന് വാങ്ങിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പ്രാക്ടിക്കൽ ആണ് എന്നുള്ളതാണ് അവരവിടെ തെളിയിച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് നമ്മുടെ സീലിംഗ് ലിമിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 33,000 രൂപയാണ്. നേരത്തെ പറഞ്ഞ 1,40,000 നമ്മൾ വീക്കിലി ബോണസ് തരണമെങ്കിൽ ഓരോ ഡേയിലും അത് ഡിവൈഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. 53,000 രൂപ പെർ ഡേ. അപ്പൊ ഒരു 30 ദിവസത്തേക്കുള്ള കാൽക്കുലേഷൻ ഒക്കെയാണ് അതിൽ കാണിക്കുന്നത്. അടുത്തത് നമുക്ക് ഓരോ റാങ്കും മാറുന്നത് ഇവിടെ കാണാൻ പറ്റും. അതായത് നമ്മൾ സെയിൽസ് ഹെഡായി, ഇനി ഒരു സെയിൽസ് ഹെഡിനെ നിങ്ങൾ ലെഫ്റ്റിലും ഒരു സെയിൽസ് ഹെഡിനെ നിങ്ങൾ റൈറ്റിലും ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾ സീനിയർ സെയിൽസ് ഹെഡായി. അടുത്തത് 2 സെയിൽസ് ഹെഡ് ലെഫ്റ്റിലും 2 സെയിൽസ് ഹെഡ് റൈറ്റിലും വരുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് സെയിൽസ് ഹെഡായി. ഇങ്ങനെ ഓരോ റാങ്കിലോട്ട് പോവണമെങ്കിലും കൂടെ വന്ന ആളുകളെ അടുത്ത റാങ്കിലോട്ട് കൈപിടിച്ചുയർത്തിയാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു വിൻ വിൻ സ്ട്രാറ്റജിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കൂടെ വന്ന ഓരോ വ്യക്തികളെ അടുത്ത റാങ്കിലേക്ക് ഉയർത്തി കൊണ്ടുവരുമ്പോൾ മാത്രമേ കൊണ്ടുവന്ന വ്യക്തിക്ക് അടുത്ത റാങ്കിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഇതിൽ കൂടുതലാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, അപ്പൊ നിങ്ങൾ ഒരു 5 പേരുടെ താഴെയാണ് വന്നതെന്ന് വിചാരിക്കാം. ഈ 5 പേർക്കും അടുത്ത റാങ്കിലോട്ട് പോകണമെങ്കിൽ 3 ആളെ വെച്ചിട്ട് അത് അവര് താഴേക്ക് പോസ്റ്റ് ചെയ്തേ പറ്റൂ, നിർബന്ധമാണ്. അപ്പൊ ആ പോസ്റ്റ് നിങ്ങളെ താഴേക്ക് വരും. അതിന്റെ മാച്ചിങ് ബോണസ് എന്തായാലും നിങ്ങൾക്കും അർഹതപ്പെട്ടതാണ്. അതിന്റെ റെഫറൽ കിട്ടൂല എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് മാച്ചിങ് ബോണസ് നോക്കിക്കഴിഞ്ഞാൽ ഈ 5 പേര് 3 പേരെ വെച്ചിട്ട് എന്ന് പറയുമ്പോൾ 15 എൻട്രി നിങ്ങളുടെ താഴേക്ക് വന്നു. ആ 15 പേരിൽ ഒരു 2 പേര് ലൈവ് ആയാൽ പോലും നിങ്ങൾക്ക് നിലയ്ക്കാത്തൊരു വരുമാനം കിട്ടാനുള്ള ഒരു വഴി അവിടെ തുറന്നു കിട്ടുന്നതാണ്. അപ്പൊ ഈ പ്ലാൻ മനസ്സിലാക്കിയ ഒരു വ്യക്തി ഏറ്റവും മുകളിൽ സ്ഥാനം വേണം, നല്ല വാശി പിടിക്കേണ്ടത്. എത്ര താഴെ പോയാലും ഞാൻ ഹാപ്പിയാണ്. കാരണം മുകളിലുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷൻ താഴേക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം ഈ പ്ലാനിന്റെ ഒരു ബ്യൂട്ടിയാണ് അത്. മറ്റ് പല കമ്പനിയിലുള്ള പ്ലാൻ പോലെയല്ല. അവിടെ മുകളിൽ കയറി നിന്നാലാണ് ഗുണമെങ്കിൽ ഇവിടെ താഴെ നിന്നാൽ പോലും നമുക്ക് ബെനിഫിറ്റ് ആണ്. ലീഡേഴ്സിന്റെ സപ്പോർട്ട് സദാ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി 5 സെയിൽസ് ഹെഡ് ലെഫ്റ്റിലും 5 സെയിൽസ് ഹെഡ് റൈറ്റിലും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാനേജർ എന്നുള്ള പോസ്റ്റിലോട്ട് അവർ പോകും. മാനേജർ എന്നുള്ള പോസ്റ്റിലായി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ വില വരുന്ന ഒരു കാറാണ് കമ്പനി ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്. കാർ ഫണ്ട് അല്ല, മറ്റു പല കമ്പനികളിലും കാർ ഫണ്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. ആ ഫണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ കാർ വിറ്റ് പോയിട്ടുള്ള ഒട്ടനവധി ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. എന്നാണോ നിങ്ങൾ ഈ റാങ്കിൽ എത്തുന്നത് അന്ന് നിങ്ങൾക്ക് അത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. എത്ര ഫാസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമോ അത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്താൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാറ് സ്വന്തമാക്കാം. അടുത്തത് വരുന്നത് ഒരു ഇന്റർനാഷണൽ ടൂർ കൂടി നമുക്ക് ആ ഒരു റാങ്കിൽ എത്തുന്ന സമയത്ത് വർഷത്തിൽ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാനുള്ള സൗകര്യമുണ്ട്. ഇനി നമ്മൾ മാനേജർ ആയപ്പോഴാണ് നമുക്ക് കാറും ഈ ട്രിപ്പും ഒക്കെ കിട്ടിയത്, ഇന്റർനാഷണൽ ട്രിപ്പും ഒക്കെ കിട്ടിയത്. ഇനി ടീമിൽ ഒരു മാനേജറെ ലെഫ്റ്റിലും ടീമിൽ ഒരു മാനേജറെ റൈറ്റിലും നമ്മൾ ഡെവലപ്പ് ചെയ്താൽ നമ്മൾ കമ്പനിയുടെ ഡയറക്ടർ എന്നുള്ള റാങ്കിലേക്ക് പോകും. അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കറെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും ചിന്തിക്കുക അടുത്ത അച്ചീവ്മെന്റിലേക്ക് പോകണം, അടുത്ത അച്ചീവ്മെന്റിലേക്ക് പോകണം. അപ്പൊ സേവ്യർ സാറിനൊന്നും ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഈ റാങ്ക് വിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവർ ആ റാങ്ക് വിൻ ചെയ്യണമെങ്കിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അത് വിൻ ചെയ്യണമെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആളുകളെ ഇതേപോലെ സെയിൽസ് ഹെഡും മറ്റു പല സീനിയർ മാനേജറായിട്ടും എക്സിക്യൂട്ടീവ് മാനേജറായിട്ടും ചീഫ് മാനേജറായിട്ടും ഒക്കെ നമ്മൾ മാറ്റണം. അങ്ങനെ മാറ്റുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റിലും ഒരു മാനേജർ റൈറ്റിലും വരുമ്പോഴാണ് നമ്മൾ ഡയറക്ടർ എന്നുള്ള റാങ്കിലേക്ക് എത്തുന്നത്. ഡയറക്ടർ റാങ്കിൽ എത്തിക്കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് 2 വിദേശ ട്രിപ്പാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. വിത്ത് ഫാമിലി ആണ് കേട്ടോ. ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചിന്തിക്കാം. നമ്മൾ ഇതൊക്കെ സ്വപ്നം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വിദേശ ട്രിപ്പ് പോകണം, അധ്വാനിച്ച പണം കൊടുത്തിട്ട് എന്തായാലും നമുക്ക് പോവാൻ മനസ്സ് വരൂല. ഇവിടെ നമ്മൾ ഈ റാങ്ക് വിൻ ചെയ്ത വർഷത്തിൽ പോയേ പറ്റൂ. ഇപ്പൊ നമ്മളെ MD ഉള്ളത് കംബോഡിയയിലാണ്, ഏഷ്യയിലാണുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, 28 വയസ്സുള്ള ഒരു പയ്യൻ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിദേശ യാത്രയിൽ അല്ലെങ്കിൽ 1.5 മാസം അവിടെ നിന്നിട്ട് അതിന്റെ അടിത്തറ പാകിയിട്ട് വരാന്ന് പറയുമ്പോൾ ആ ചെറിയ മനസ്സിൽ അത്ര വലിയ കാര്യം ഉദിച്ചെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സാധിക്കൂല? നമുക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അദ്ദേഹം തുറന്നു തന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ കൈകളിൽ നമ്മൾ സുരക്ഷിതമാണെന്നുള്ളത് മനസ്സിലാക്കുക. കാരണം അത്രയധികം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ അവര് തയ്യാറാക്കിയിട്ടുള്ളത്.
അടുത്തത് ഈ റാങ്കിൽ എത്തുമ്പോഴുള്ള അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് 10% ഓഫ് ദ കമ്പനീസ് പ്രോഫിറ്റ് ഈച്ച് ഇയർ ടു ദ ഡയറക്ടേഴ്സ്. എല്ലാ ഡയറക്ടേഴ്സിനും കമ്പനിയുടെ പ്രോഫിറ്റിന്റെ 10% വീതിച്ചു തരുന്നതാണ്. അപ്പോ 100 പേര് ഉണ്ടെങ്കിൽ ആ 100 പേർക്കും ആ 10% വെച്ചിട്ട് വീതിക്കും. ആ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇത്രയും പറഞ്ഞത് നമുക്ക് ഡെയിലി ഇൻകം വീക്ക്ലി ഇൻകത്തെ കുറിച്ചുമാണ്. ഇനി മന്ത്ലി ഇൻകം കമ്പനി തരുന്നുണ്ട്. അതിൽ വീക്ക്ലി ഇൻകത്തിൽ നമുക്ക് മറ്റൊരു ബോണസ് കൂടി കിട്ടുന്നുണ്ട്. അത് റീപർച്ചേസ് ബോണസ് ആണ്. റീപർച്ചേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഒരുപാട് റീപർച്ചേസ് പ്രൊഡക്ട്സുകൾ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എൻട്രി പാക്കേജ് കൂടാതെ നമുക്കിവിടെ സോപ്പ്, പേസ്റ്റ്, ഓയിൽ, ഷാമ്പു തുടങ്ങി ഒട്ടനവധി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ റീപർച്ചേസ് സൗകര്യത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഈ റീപർച്ചേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർന്നു പോകുന്നതാണ്. വീണ്ടും പർച്ചേസ് നടക്കും. അപ്പൊ എത്ര തവണ പർച്ചേസ് നടക്കുന്നോ അത്രയും തവണ നമുക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അൺലിമിറ്റഡ് ആണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ആ അൺലിമിറ്റഡ് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡിയിൽ ഒറ്റ തവണ ലൈഫ് ടൈമിൽ ഒറ്റ തവണ 5000 BB പർച്ചേസ് നടത്തിയിരിക്കണം. അത് ഒറ്റയടിക്ക് പോയിട്ട് ചെയ്യണ്ട. ഇന്ന് പോയിട്ട് ഒരു 2000ന്റെ പ്രൊഡക്റ്റ് എടുത്തു, 10-ാം തീയതി പോയിട്ട് നിങ്ങൾ ബാക്കി പ്രൊഡക്റ്റ് എടുത്തു, 15-ാം തീയതി പോയിട്ട് ബാക്കി എടുത്തു, 20-ാം തീയതി പോയിട്ട് ബാക്കി എടുത്തു. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഒരു കലണ്ടർ മന്തിൽ ഒരു മാസത്തിന്റെ ഉള്ളിൽ 5000 PV തികച്ചാൽ മതി. ഇനിയല്ല ഒറ്റ ബില്ലിൽ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഒരു ഒറ്റ ബില്ലിലാണ് ചെയ്തത്. എനിക്ക് എമൗണ്ട് വന്നത് ഏകദേശം 15,340 രൂപ. എല്ലാ സാധനങ്ങളും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടായിരുന്നു, ഫാബ്രിക് ലിക്വിഡ് ഉണ്ടായിരുന്നു, സോപ്പ്, പേസ്റ്റ്, ഓയിൽ, എല്ലാ സാധനങ്ങളും ഞാൻ ഓരോന്ന് വെച്ച് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കിത് ഉപയോഗിച്ചെങ്കിലല്ലേ മാർക്കറ്റിൽ നമുക്ക് ആളുകളോട് ആത്മാർത്ഥതയോട് കൂടി പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പർച്ചേസ് ഞാൻ നടത്തിയത്. അതുകൊണ്ട് ആ പ്രൊഡക്ട്സുകൾ ഫീൽ ചെയ്യാൻ പറ്റി. ഏറ്റവും നല്ല പാക്കിംഗ്, ഏറ്റവും നല്ല ക്വാളിറ്റി, കംപ്ലീറ്റ് പ്രോഡക്റ്റ്, ആയുഷ് സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ധൈര്യമായിട്ട് നമുക്ക് മാർക്കറ്റിലോട്ട് കൊടുക്കാം. അപ്പോൾ ഒറ്റ തവണ നിങ്ങൾ ഈ 5000 BV കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 9 ലെവലിൽ നമുക്ക് റീപർച്ചേസ് ഇൻകം കിട്ടും. അതായത് നിങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തി, എന്നെ നിങ്ങൾ കൊണ്ടുവന്നു ഈ ബിസിനസ്സിലേക്ക്, ഞാൻ എന്റെ വീട്ടിലേക്ക് സോപ്പും പേസ്റ്റും ഓയിലും ഷാമ്പും വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ 60% ആണ് നിങ്ങൾക്ക് ഇൻകം ആയിട്ട് കിട്ടുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കാം. ഒരു 10,000 രൂപ MRP വരുന്ന പ്രോഡക്റ്റ്, അതിന്റെ 20% ഡിസ്കൗണ്ടിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ 8000 രൂപയാണ് നമ്മുടെ ബില്ലിംഗ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ കമ്പനിയുടെ DP പ്രൈസ് എന്ന് പറയുന്നത് 5000 രൂപയായിരിക്കും. അപ്പൊ ഈ 8000 മൈനസ് 5000, 3000 രൂപയാണ് അതിന്റെ SV എന്ന് പറയുന്നത്. ആ SV എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത് വീതിച്ചു തരുന്നത്. അപ്പൊ ആ സെയിൽസ് വോളിയത്തിന്റെ 3000 എന്ന് പറയുന്നത് 3000ന്റെ 60% എന്ന് പറയുമ്പോൾ 1800 രൂപ ഞാൻ പർച്ചേസ് ചെയ്ത ആ 3000 വോളിയത്തിന്റെ 60% നിങ്ങൾക്ക് കിട്ടി. കൂടാതെ എന്റെ ടീമിൽ നടക്കുന്ന ബിസിനസിന്റെ എത്ര കിട്ടും, 5% വെച്ചിട്ട് 8 ലെവലിന് കിട്ടും. ഇപ്പൊ ഫസ്റ്റ് ലെവലിൽ ഒരു 6 പേരുണ്ടെന്ന് വെക്കാം, അടുത്ത ലെവലിൽ അതിന്റെ ഇരട്ടി ആളുകൾ ഉണ്ടായിരിക്കും. എത്ര ആളുകൾ മൾട്ടിപ്പിൾ ചെയ്ത് വന്നു കഴിഞ്ഞാലും അതിന്റെ 5% വെച്ചിട്ട് നിങ്ങൾക്ക് 8 ലെവലിനും കിട്ടിക്കൊണ്ടിരിക്കും. കൂടാതെ ഈ 8 ലെവൽ കഴിഞ്ഞ് 9ാമത്തെ ലെവൽ കഴിഞ്ഞ് നിങ്ങൾ അടുത്ത ഒരാളെ വീണ്ടും ഡയറക്റ്റ് സ്പോൺസർ ചെയ്യാണ്. ആ വ്യക്തിയിൽ നിന്നും കിട്ടും ഇതേപോലെ നിങ്ങൾക്ക് 9 ലെവലിൽ ഇൻകം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ റീപർച്ചേസ് എന്ന് പറയുന്നത്. അറിഞ്ഞു മനസ്സിലാക്കി കളിച്ചാൽ വിത്തിൻ 1 ഇയർ നമ്മളെ പിക്ചർ മാറും. കാരണം ഈ ഒരു റീപർച്ചേസ് പ്ലാൻ മാത്രം വെച്ചുകൊണ്ട് ഇന്ന് മറ്റ് പല കമ്പനിയിലും കേരളത്തിൽ 50 ലക്ഷം പ്രതിമാസം വരുമാനമായിട്ട് വാങ്ങിക്കുന്ന ലീഡേഴ്സ് ഉണ്ട് ഈ ഇൻഡസ്ട്രിയിൽ. ബാംഗ്ലൂർ ഒരു ലേഡി 1 കോടിക്ക് മുകളിൽ വരുമാനം ഒരു മാസം അവരുടെ വീട്ടിൽ ഇരുന്നിട്ട് വാങ്ങിക്കുന്നുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തത് അവരുടെ ആ ബ്രാൻഡ് ജസ്റ്റ് ഒന്ന് ആളുകളിലേക്ക് പരിചയപ്പെടുത്തി, നല്ലൊരു കസ്റ്റമർ കമ്മ്യൂണിറ്റി അവർ ബിൽഡ് ചെയ്തു. ആ ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് വീട്ടിലിരുന്നാൽ പോലും പ്രതിമാസം 1 കോടിക്ക് മുകളിൽ വരുമാനമായിട്ട് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. നമ്മുടെ പഞ്ചായത്ത് നോക്കിയാൽ മതി, ആ പഞ്ചായത്തിൽ നിന്ന് കിട്ടും 1 ലക്ഷത്തിലധികം രൂപ നമുക്ക് ഒരു മാസം. കാരണം അത്രയധികം ആളുകൾ അലക്കുകയും കുളിക്കുകയും പല്ല് തേക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളെ പ്രൊഡക്ട്സ് ആണെങ്കിൽ എത്ര കോടികളുടെ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള സാധനമാണ് റീപർച്ചേസ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അതിലും നമുക്ക് പലതരത്തിലുള്ള ഏർണിങ്സും ബോണസും ഒക്കെ ഉണ്ട്. നമുക്ക് 2 ലക്ഷത്തിന്റെ പർച്ചേസിൽ ഓർഗനൈസേഷൻ 1ലും 2 ലക്ഷത്തിന്റെ പർച്ചേസ് ഓർഗനൈസേഷൻ 2ലും നടക്കുമ്പോൾ ഇൻസെന്റീവ് ആയിട്ട് 15,000 രൂപ കിട്ടും. പ്ലസ് ഒരു ഹെൽത്ത് ഇൻഷുറൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്ത വ്യത്യസ്തത പുലർത്തുന്ന ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ആണ്. അതുകൊണ്ടാണ് ഈ പ്ലാൻ കേട്ട് കഴിഞ്ഞാൽ നോ എന്ന് പറയുന്ന ആള് മണ്ടനാണ്.
നമുക്ക് തീർത്തും പറയാം. കാരണം ഇത്ര നല്ലൊരു മാർക്കറ്റിംഗ് പ്ലാൻ നിങ്ങൾ എവിടെ പോയി പരതി കഴിഞ്ഞാലും കിട്ടാൻ ചാൻസ് ഇല്ല. അത്രയും നല്ലൊരു സംവിധാനമാണ് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റിൽ കമ്പനി നമുക്ക് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ആ 9 ലെവലിലുള്ള റീപർച്ചേസിംഗ് നമുക്ക് വീക്കിലി ഇൻകത്തിന്റെ കൂടെയാണ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞ ബൈനറി ഇൻകം, അതായത് നമുക്ക് റീപർച്ചേസിലും ബൈനറി കമ്പനി തരുന്നുണ്ട്. ആ ബൈനറി ഇൻകം നമുക്ക് മന്ത്ലി ആണ് കിട്ടുന്നത്. 1000 BV ലെഫ്റ്റിലും 1000 BV റൈറ്റിലും വന്ന 200 രൂപ, 10,000 BV ലെഫ്റ്റിലും 10,000 BV റൈറ്റിലും വന്നു കഴിഞ്ഞാൽ 2000 രൂപ. അതായത് 20%, അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി. 20% വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റീപർച്ചേസ് പ്ലാൻ മന്ത്ലി ലഭിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു യൂസർ ബെനിഫിറ്റ് നോക്കാം. അതായത് ഇപ്പൊ നിങ്ങൾ ഈ ബിസിനസ് പറയാൻ പോയി, അവർക്ക് പെട്ടെന്ന് പറയാണ് എനിക്ക് ഇത്ര എമൗണ്ട് ഒന്നും മുടക്കി ഈ മാഗ്നറ്റിക് തെറാപ്പിയുടെ പ്രൊഡക്റ്റ് എടുക്കാൻ വയ്യ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബൾക്ക് പർച്ചേസ് ഒന്നും നടത്താനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്ക് ഇല്ല എന്ന് പറയാമെന്ന് വിചാരിക്കാം. അവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുക. എന്തായാലും നിങ്ങൾ വീട്ടിലേക്ക് സോപ്പും പേസ്റ്റും ഓയിലും ഒക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ, ആ പർച്ചേസിങ് ഹാബിറ്റ് ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യുക. ഈ മണി റായയുടെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറയാം. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അവർ രജിസ്റ്റർ ചെയ്തിട്ട് വാങ്ങിക്കുന്ന സമയത്ത് 20% ഡിസ്കൗണ്ടിൽ കമ്പനി അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കും. 100 രൂപയുടെ സോപ്പിന് അവര് 80 രൂപ കൊടുത്താൽ മതി. 48 രൂപയുടെ സോപ്പ് 60 രൂപയാണ് MRP വരുന്നത്, 48 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അങ്ങനെ 20% ഡിസ്കൗണ്ട് പല പ്രൊഡക്ട്സുകളിലും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. 10% ക്യാഷ് ബാക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ട്. കൂടാതെ 3 മാസം അടുപ്പിച്ച് വാങ്ങിച്ചാൽ 4ാമത്തെ മാസം അത്രയും പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇപ്പൊ ഏറ്റവും കുറവ് 2500 ആണ്. 2500 3 മാസം പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് 4ാമത്തെ മാസം 2500 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം. അവരുടെ വീട്ടിലെ ചെലവ് കമ്പനി നോക്കും. അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇവിടെ ഉണ്ട്. നമ്മളിപ്പോ മാർക്കറ്റിൽ നിന്ന്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ജനിച്ചത് മുതൽ ഈ സമയം അത്രയും നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണ്. തൊട്ടടുത്തുള്ള കടയിൽ നിന്നായിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റിൽ നിന്നായിക്കോട്ടെ, ഇത്ര കാലം പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടും 1 രൂപ പോലും കുറച്ച് കിട്ടാത്ത സ്ഥാനത്താണ് ഇവിടെ പറയുന്നത് നിങ്ങൾ 3 മാസം വാങ്ങിച്ചാൽ മതി, 4ാമത്തെ മാസം നിങ്ങളുടെ വീട്ടിലെ ചെലവ് കമ്പനി നടത്തുമെന്നത്. അപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻകം ആണ്, അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് ആണ് യൂസർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇത് ആളുകളിലേക്ക് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്താൽ, ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിലോ നമ്മൾ ഈ ഒരു സംവിധാനം കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു കസ്റ്റമർ കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ആ കസ്റ്റമർ കമ്മ്യൂണിറ്റിയിലൂടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള റീപർച്ചേസിംഗ് നമുക്ക് നേടുകയും ചെയ്യാം. ഇനി നമ്മുടെ അവാർഡ്സുകൾ നോക്കാം. നമുക്ക് ഓർഗനൈസേഷൻ 1 50,000 BVയുടെ റീപർച്ചേസും ഓർഗനൈസേഷൻ 2 50,000 BVയുടെ റീപർച്ചേസും നടക്കുമ്പോൾ നമുക്ക് 1 ഡേ റിസോർട്ട് ആണ് കിട്ടുന്നത്. അതായത് ഓരോരോ അവാർഡ്സുകളാണ് കമ്പനി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. 1 ലക്ഷം BV ലെഫ്റ്റിലും 1 ലക്ഷം BV റൈറ്റിലും നടക്കുമ്പോൾ ഗോവ ട്രിപ്പ് 3 ലക്ഷമാണ് മാച്ച് ചെയ്യുന്നത്. അത് എപ്പോ മാച്ച് ചെയ്താലും മതി കേട്ടോ. ഇന്ന പീരീഡിന്റെ ഉള്ളിൽ മാച്ച് ചെയ്യണം, അങ്ങനെ ഒന്നും ഒരു നിബന്ധനയും ഇല്ല. എന്നാണോ നിങ്ങളുടെ ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ 50,000 BVയും എന്നാണോ റൈറ്റ് ഓർഗനൈസേഷനിൽ 50,000 BV മാച്ച് ചെയ്യുന്നത്, ആ മാച്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് 1 ഡേ റിസോർട്ട് കമ്പനി എക്സ്പെൻസിൽ നിങ്ങൾക്ക് ആസ്വദിക്കാം. 1 ലക്ഷം BV ആണ് നിങ്ങൾ കവർ ചെയ്യുന്നതെങ്കിൽ ഗോവ ട്രിപ്പ് നിങ്ങൾക്ക് അടിച്ചു പൊളിച്ചിട്ട് പോരാം. 2 ഡേയും 3 നൈറ്റും അച്ചീവേഴ്സ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ 3 ലക്ഷം BV നിങ്ങളുടെ ടീമിൽ എന്തുണ്ടായാൽ മതി, റീപർച്ചേസ് BV ആയിട്ട് ഉണ്ടായാൽ മതി. 5 ലക്ഷം വരുന്ന സമയത്ത് 25,000 DB, അങ്ങനെ ഓരോരോ ഇത് കവർ ചെയ്യുന്നതിനനുസരിച്ച് പലതരത്തിലുള്ള സംവിധാനങ്ങളാണ് കമ്പനി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതൊക്കെ എല്ലാം കൂടി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇത്രയധികം ഇൻകം എങ്ങനെയാണ് തരാൻ പറ്റുക എന്നുള്ളത്. ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മുടെ MD നിതിൻ മഞ്ചപ്പ സാറ് കഴിഞ്ഞ ദിവസം ഏകദേശം ഇപ്പൊ ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് ടൈമാണ്. സ്റ്റാർട്ടപ്പ് ടൈമില് കേരളത്തിൽ നമുക്കറിയാം ഒരു 1 മന്ത് ആയിട്ടുള്ളൂ. ഈ 1 മന്തിന്റെ ഉള്ളില് ഒരു 3 വർഷമൊക്കെ എടുത്തിട്ട് ഒരു കമ്പനി ചെയ്യേണ്ട റെക്കഗ്നിഷൻ പ്രോഗ്രാം ആണ് കഴിഞ്ഞ ദിവസം ഒറ്റ മാസം കൊണ്ട് 1000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തൃശ്ശൂര് കാസിനോ ഹോട്ടലിൽ വെച്ചിട്ട് നടത്തിയിട്ടുള്ളത്. കമ്പനി എക്സ്പെൻസിൽ ചെയ്ത ആ ഒരു സംവിധാനത്തില് നമ്മുടെ ടീമൊന്നും ഏകദേശം 80-ലധികം ആളുകൾ പങ്കെടുക്കുകയുണ്ടായി. അപ്പോ ആ പങ്കെടുത്ത ആളുകൾക്ക് അത്രയും അറിയാം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രായത്തിനുള്ള പക്വത അല്ല അദ്ദേഹത്തിനുള്ളത്. അത്രയധികം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അദ്ദേഹം ബിസിനസ്സിനെ നോക്കിക്കാണുന്നത്. നമുക്കറിയാം ഇന്ന് നമ്മളെല്ലാവരും അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സൈലം എന്ന് പറയുന്നത്. ആ സൈലം എന്നുള്ള ആശയത്തിലേക്ക് അതിന്റെ ഓണർ ഡോക്ടർ അനന്തു എന്ന് പറയുന്ന വ്യക്തി 23ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണത്. അതായത് ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്ന് സ്വന്തം മാതാപിതാക്കളെ ഒന്ന് മാറ്റി പാർപ്പിക്കണമെന്ന് ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ വന്ന അതിയായ ആഗ്രഹം അവന്റെ MBBS പഠനത്തിനൊപ്പം അവൻ എന്ത് ചെയ്തു,
പാർട്ട് ടൈം ആയിട്ട് ഇങ്ങനെ ഒരു സംവിധാനം, അതായത് ഓൺലൈൻ ട്യൂഷൻ സെന്റർ എന്നൊരു സംവിധാനത്തിലേക്ക് അത് വളർന്നു. ഇന്ന് 12 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒട്ടനവധി സ്ഥലങ്ങളിൽ സെന്ററുകളായിട്ട് പ്രവർത്തിക്കുന്ന ആ സൈലം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറ്റിയെടുത്തത് 23 വയസ്സുകാരനാണെങ്കിൽ അത്രയധികം ആളുകൾക്ക് ജോലി കൊടുക്കുകയും അത്രയധികം കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും ആ 23 വയസ്സുകാരന്റെ ബുദ്ധിയിൽ ഉദിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഈ 28 വയസ്സുകാരന് നമ്മളെ പോലുള്ള ഒട്ടനവധി സാധാരണക്കാരന്റെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കാൻ സാധിക്കുമെന്ന കാര്യം ഞാൻ ഈ ഒരു രാത്രിയിൽ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് മലബാർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാം. ഇന്ന് സൗത്ത് ഇന്ത്യൻ ടീമില് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ലാബിലായിട്ട് മാറിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് നമ്മുടെ MIG എന്ന് പറയുന്നത്. അതിന്റെ വളർച്ചയിലും ഉയർച്ചയിലും എല്ലാം ഒരു പങ്കാളിയായിട്ട് നിങ്ങൾക്കും കൂടെ നിൽക്കാം. എല്ലാവിധ ആശംസകളും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തീരുമാനം നിങ്ങൾ ഇന്ന് എടുക്കാം. അതായത് ഇത് എന്നെ കൊണ്ട് പറ്റുന്നതാണ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയധികം ആളുകൾക്ക് സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സാധിക്കില്ല, ബൈ നോട്ട് എന്ന ഒറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലുണ്ടായാൽ മതി. എന്തുകൊണ്ട് നമുക്ക് പറ്റൂല, നമ്മളെ കൊണ്ട് സാധിക്കും. കാരണം ഇതിന് വലിയ അപാര നോളജിന്റെ ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് സ്പെഷ്യൽ സ്കില്ലോ നോളജോ ഒന്നും വേണ്ട. നിങ്ങളുടെ കൂടെ അത്രയധികം ആളുകൾ, ഇതൊരു ടീം വർക്കാണ്. അതായത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യേണ്ട സംവിധാനമല്ല, ഇതൊരു ടീം വർക്കാണ്. ആ ടീമിലൂടെ കിട്ടുന്ന ആ ഒരു കാര്യങ്ങൾ, സഹകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഇതേപോലുള്ള പ്രോഗ്രാമുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് പ്ലാൻ പറയാനോ കമ്പനി പറയാനോ പ്രൊഡക്റ്റ് പറയാനോ ഒന്നും നിങ്ങൾ ഇപ്പൊ പഠിച്ചിട്ടില്ല, നോ ടെൻഷൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 14 ജില്ലയിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ ഉപയോഗപ്പെടുത്താം. ഇതേപോലെ സൂം മീറ്റിംഗ്, ഷംന മാഡം എനിക്ക് നാളെ ഒരു 3 പേർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, മാഡം ഒന്ന് ഇതേപോലെ പറഞ്ഞു തരുമോ ചോദിച്ചാൽ റെഡി. കാരണം നമ്മളെ ഡ്യൂട്ടി ഇതാണ്. മാസം ഈ കഴിഞ്ഞ ഒരു 1.5 മാസം കൊണ്ട് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം എനിക്ക് കമ്പനി തന്നിട്ടുണ്ട്. ഈ 2 ലക്ഷം രൂപ തന്നത് ഈ പണി ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാ. അതായത് 90% കമ്പനിയാണ് ചെയ്യുന്നത്, 10% പണിയേ നമുക്കുള്ളൂ. അതായത് നമ്മൾ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പോണ്ട, പാക്ക് ചെയ്യാൻ പോണ്ട, ഡെസ്പാച്ച് ചെയ്യാൻ പോണ്ട, ഒന്നും